ചിരിക്കുന്ന മുഖവുമായി ജ്വലിക്കുന്ന മിഴിയുമായി ചലിക്കുന്ന പ്രിയതങ്ങൾ ഓർമ്മയിൽ വന്ന് ഓരോ രസിപ്പിക്കും വർത്തമാനം പറഞ്ഞിടുന്നു. പാണക്കാട്ടേക്ക് ആയിരങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നു. രാത്രി 12:30-1 മണി വരെ ആ ക്യൂ നിലനിൽക്കുന്നു. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. സദഖല്ലാഹുൽ അലിയുൽ അദീം. കാരുണ്യ സിന്ധുവാമല്ലാഹുവിൻ തിരു നാമത്തിലോതുന്നു ദിവ്യമാം സൂക്തികൾ. കാരുണ്യ സിന്ധുവാമല്ലാഹുവിൻ തിരു നാമത്തിലോതുന്നു ദിവ്യമാം സൂക്തികൾ. ലോകങ്ങളൊക്കെയും തീർത്തുവാണിടുന്ന ലോകൈകനാഥനെ വാഴ്ത്തുന്നു സർവരും. കാരുണ്യമേകുന്ന രക്ഷകാ നിൻ കൃപാ പൂരം നിരന്തരം വർഷിക്ക ഞങ്ങളിൽ. നാമങ്ങൾ സ്തുതി നാമങ്ങൾ, ഗീതങ്ങൾ സ്തുതി ഗീതങ്ങൾ. അല്ലാ നിനക്കു മാത്രം, അല്ലാ നിന്നോടു മാത്രം, അല്ലാ നിനക്കു മാത്രം, അല്ലാ നിന്നോടു മാത്രം. അല്ലാഹു ലാ ഇലാഹ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. അല്ലാഹുവല്ലാതാരുമില്ല ആരാധനക്കർഹൻ, നീയല്ലാതൊരിലാഹില്ല സകലമറിയുന്നു, സകലമറിയുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വല്ല അലൈക്കല്ലാഹ് വസ്സലാം സയ്യിദുനാ യാ ഖൈറൽ വറാ. സമദായ നാഥന്റെ പ്രിയ മെഹബൂബേ, സർവജ്ഞനാഥന്റെ പ്രിയ മെഹബൂബേ. ലോകമിതാകെ പടച്ചു ഭരിച്ചിടുന്ന റബ്ബിൽ ഹംദും മുത്ത് റസൂലിൽ സ്വല്ലി സ്വലാത്തുമോതുന്നേ. ലോകാലോക ചരാചരമാകെ പടയ്ക്കാൻ കാരണമായ മുത്താം മുത്ത് ഹബീബിൽ മദ്ഹിദ പാടുന്നേ.
فمحمدنا هو سيدنا فالإيس لنا بإجابته الله 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 الصبح بدا من طلعته والليل دجا من وفرته الله 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 لا إله إلا الله. അളവറ്റ ദയാവരനും കരുണാവാരിധ്യമായ പൂവും പുലരിയും കാറ്റും കാട്ടാറും ആകാശങ്ങളിലെയും ഭൂമിയിലെയും സർവ ചരാചരങ്ങളും വാഴ്ത്തിപ്പാടുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം, അവന്റെ കാവൽ, അവന്റെ കരുണ, അവന്റെ നിഅമത്ത്, ബർക്കത്ത്, അവന്റെ നോട്ടം, അതിനാലുള്ള നേട്ടം എല്ലാം നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തൊട്ടുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ മനോഹരമായ സദസ്സ് 6 ദിവസം നീണ്ടു നിൽക്കുന്ന വാഴക്കാടിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവങ്ങളിൽ അപൂർവമായ മനോഹരമായ ഒരു വേദി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതിന്റെ സംഘാടക സമിതി പ്രവർത്തകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കാരണം അത്രയേറെ മനോഹരമായൊരു പരിപാടി. കേരളത്തിലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു സമ്പൂർണ്ണ സമ്മേളനം, എനിക്ക് തോന്നുന്നത് കേരള ചരിത്രത്തിൽ തന്നെ അത്യപൂർവങ്ങളായ ഒരുപാട് വ്യത്യസ്തങ്ങളായ ബഹുമുഖങ്ങളായ പരിപാടികൾ കാഴ്ചവെച്ചുകൊണ്ട് സദസ്സിനെ ഒരുപാട് നേരം വൈകിയിട്ടും ജനങ്ങൾ കണ്ണും കാതും കൂർപ്പിച്ച് ഈ പരിപാടി കേൾക്കാൻ ഇങ്ങനെ ഇവിടെ സന്തോഷത്തോടുകൂടി തൻ്റെ കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ച് ഒരു ഗ്രാമ്യവിശുദ്ധിയുടെ എല്ലാ സന്തോഷവും ഏറ്റെടുത്തുകൊണ്ട് ഹരിത പതാകയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് എവിടെയാണോ ഞങ്ങൾ പ്രസ്ഥാനം പാർട്ടി വിളിക്കുന്നത് ആ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. നമുക്കറിയാം 1947 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1948 ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഇങ്ങനൊരു പ്രസ്ഥാനത്തിന് രൂപമെടുക്കുമ്പോൾ, ജന്മം ആ മനോഹരമായ രാജാജി ഹാളിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപമെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നം എൻ്റെ ഈ സമുദായത്തിന്, പിന്നാക്കം നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന്, ഈ സമുദായത്തിന് നട്ടല് നിവർത്തിക്കൊണ്ട്, നെഞ്ചു വിരിച്ചുകൊണ്ട്, ശിരസ്സുയർത്തിക്കൊണ്ട് പൊട്ടിക്കരയാൻ ഒരിടം വേണം. പൊട്ടിക്കരയാൻ ഒരിടം വേണമെന്ന ഇസ്മായിൽ സാഹിബിന്റെ ആ സ്വപ്നം ഇന്ന് പൂവണിഞ്ഞ്, നമുക്കറിയാം അന്ന് ഉദയം ചെയ്ത ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ എല്ലാം അസ്തമയത്തിലേക്ക് പോയി. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ ഏറ്റവും ഉച്ചിയിൽ അതിന്റെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശത്തിന്റെ അനുരണനമാണ് വാഴക്കാട്ട് സമ്പൂർണ്ണ സമ്മേളനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്, അല്ലാഹു ഈ പ്രസ്ഥാനത്തെ നാൾക്ക് നാൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വാഴക്കാട് ഇങ്ങനൊരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ 1-2 പാട്ടുകൾ പാടാതെ, ആ പാട്ടുകൾ സ്പർശിച്ചു പോകാതെ മുന്നോട്ടു പോകുന്നത് അഭികാമ്യമല്ല, നന്ദികേടായി പോകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ മണ്ണിൽ ജനിച്ച്
ഈ മണ്ണിന്റെ മണമറിഞ്ഞ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അത് പോയിട്ടുണ്ടാകും. ആ പ്രിയപ്പെട്ട എഴുത്തുകാരൻ UK അബൂ സഹല എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പാട്ട്, അദ്ദേഹത്തെ നമുക്ക് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇടം നേടിയ പാട്ടുകളാണ്. മാപ്പിളപ്പാട്ടിന്റെ 10 പാട്ടുകൾ എടുത്താൽ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെതായി കടന്നുവരും. റഹ്മാനെ പരമദയാലു അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു നിഅമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ. ആ ബേക്ക് വോയിസ് ഒന്നുകൂടി കൂട്ടണേ. ഖുർആനിൽ നീ അറിയിച്ച നിന്റെ അനുഗ്രഹദാസന്മാരാം തിരുദൂതർ, സിദ്ദീഖീങ്ങൾ, ശുഹദാ, സ്വാലിഹുകൾ എല്ലാം ദുനിയാവിൽ നേടിയ നിഅമത്താണി സന്മാർഗം. മാഷാ അല്ലാഹ്. ധനമാണ് നിഅമത്തെന്ന നിർവചനം പൈശാചികമാണ്. ധനികന്മാർ വഴിമാറും പ്രതിസന്ധികൾ കാണുമ്പോൾ കേവല ദുനിയാവിൽ വഞ്ചിതരാകും സാധാരണമായും. എന്തൊരു മനോഹരമാണല്ലേ ആ പാട്ട്. കണ്ണുകൾ ഒന്നു വിഹായസിൻ വിരിമാറത്തേക്ക് തിരിക്കേണം. കൽബ് തുറന്ന് പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കേണം. എണ്ണമില്ലാ ചെറുതാരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം. ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തതു വേറെയുമുണ്ട് ധരിക്കേണം. വാനിൽ പാറത്തിയിടും വിമാനം മേടുത്തോളൂ, അത് കണ്ണകലും ചോറും ചെറുതാകും, പിന്നെ ക്രമത്തിൽ കാണാതാകും. എന്നാ ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂരപ്പെരുപ്പം. കാരണം കണ്ണിന് വളരെ ചെറുപ്പം. പടുപടുകൂറ്റൻ പടുപടുകൂറ്റൻ ഗോളങ്ങൾ ആശൂന്യാകാശക്കടലിൽ ഇടതടവില്ലാതങ്ങും ഇങ്ങും നീങ്ങുന്നു. പണ്ടു മുതൽ ഇന്നോളവു വാനിലാഴിയിലൂളം വച്ച് കൊണ്ടവ തമ്മിലൊളിച്ച് കളിക്കണ കാണുന്നു. എന്നല്ല ഇനി നാളെ ഖിയാമത്തോളവു മക്കളി നിൽക്കൂല. എല്ലാം ഏവം കറങ്ങിയിടാഞ്ഞാൽ ഈ ലോകം നിലനിൽക്കൂല. എന്നാലോ അവ ഒന്നും ഒരിക്കലും തമ്മിൽ കൂട്ടിയടിക്കൂല. എന്നും മനോഹരമായ വ്യവസ്ഥയിൽ നിന്നണുവളവും തെറ്റൂല. കാര്യം ശരിക്കുമോർത്താൽ കോരിത്തരിക്കാൻ മാത്രം ഗൗരവമുള്ളൊരു ഭരണവ്യവസ്ഥ. ആരിതിൻ പിന്നിലിരുന്ന് സമസ്താഗോള ലക്ഷ്യങ്ങളെയൊന്നായി താളം തെറ്റാതവ നന്നായി ഉന്നത നിലയിൽ രൂപപ്പെടുത്തി എന്നുമടക്കി ഭരിക്കണ ശക്തി. ശക്തിയതാരെന്നറിഞ്ഞിട്ടില്ലാത്തൊരു പുൽക്കൊടി പോലും ചിന്തകരാരും ഈ ദുനിയാവിൽ കണ്ടില്ല. സകല ചരാചരവും സൃഷ്ടിച്ചുണ്ടാക്കി സംരക്ഷിക്കും ജഗപരിപാലകനാണവനാരും പങ്കില്ല. എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ നാട്ടുകാരൻ, നിങ്ങളെ ഈ മണ്ണിന്റെ മണവും അതിന്റെ ഗന്ധവും ആസ്വദിച്ച ഒരു എഴുത്തുകാരൻ വാഴക്കാട്ടുണ്ടായിരുന്നു, UK അബൂ സഹല. ഓരോ വരികളും എഴുതി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ വലിയ പാട്ടെഴുത്തുകാരൻ. ഇന്നലെ നമ്മളെ പ്രിയപ്പെട്ട, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓർമ്മയിൽ നിന്നും മെല്ലെ മെല്ലെ നമ്മൾ മായ്ച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു നാമം കൂടിയുണ്ട്. ആ നാമം ഇന്നലെ നമ്മൾ കേട്ടു, മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ പാടി. മറ്റാരുമല്ല, നമ്മളെയൊക്കെ പ്രിയപ്പെട്ട PH അബ്ദുള്ള മാഷ്. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത ഒരു മഹാമനീഷി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷകരമാക്കട്ടെ. അദ്ദേഹത്തിന്റെ
ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഹൃദയം തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. മാഷാ അല്ലാഹ്. നമുക്കറിയാലോ, ഈ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ ലോകരാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന മഹാശയമുള്ളത് കൊണ്ടാണെന്ന് PH അബ്ദുള്ള മാഷ് പാട്ടിലൂടെ, എഴുത്തിലൂടെ, മൂർച്ചയുള്ള തൂലികയിലൂടെ ജനമനസ്സിലേക്ക് എത്തിച്ചു കൊടുത്തു. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണുപൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണുപൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാജ്യത്തിന്റെ മുഴുവൻ നിവാസികളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് PH അബ്ദുള്ള മാഷ് തന്റെ വരികളിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. കണ്ണിയത്ത് ഉസ്താദും മുമ്പുറം തങ്ങളും ഒരുപാട് മഹാരഥന്മാര് അവർക്ക് ജന്മം കൊണ്ട ഈ മനോഹരമായ ഈ പ്രദേശം മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ വിരിമാറ് കാട്ടിക്കൊടുത്ത, തന്റെ ജീവൻ അർപ്പിച്ച ഒരുപാട് മഹാമനീഷികളെ കൊണ്ട് നിറഞ്ഞ ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങളെ വിസ്മൃതിയിലാഴ്ത്തി കളയുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മനോഹരമായ ചരിത്രത്തെ വീണ്ടും ആ ചരിത്രത്തെ വിസ്മരിക്കാതെ ചരിത്രത്തിലെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരല്ലേ. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണുപൂക്കളെ. ഒരു നല്ല കേടി സമ്മാനിക്കില്ല ചേർന്നുകൊണ്ട് PH അബ്ദുള്ള മാഷിക്ക് വേണ്ടി ഒരു നല്ല കേടി സമ്മാനിക്കോ? മാഷാ അല്ലാഹ്. മറ്റൊരു എഴുത്തുകാരൻ കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ നെഞ്ചേറ്റണമെന്ന് സ്നേഹസ്വരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ നാട്ടുകാരനായ, നമ്മൾ എന്തു പരിപാടി ഉണ്ടെങ്കിലും കൊടികെട്ടാനും ഓടി നടക്കാനും സംഘടിപ്പിക്കാനും കുട്ടികളെ കൂട്ടാനും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഏറെക്കാലമായിട്ടില്ല ഈ ലോകത്ത് വിട പറഞ്ഞു പോയിട്ട്. പ്രിയപ്പെട്ട ജവാദ് അല്ലെ, സ്നേഹനിധിയായ ജവാദിനെ കുറിച്ച് നമ്മൾ പറയാതെ ഈ സമ്മേളനം മുന്നോട്ട് പോകുന്നത് ശരിയാവുകയില്ല എന്ന് വിചാരിക്കുകയാണ്. ഏതു സമയത്തും നമ്മളോടൊപ്പം ചേരുന്ന പ്രിയപ്പെട്ട ജവാദിന്റെ ഉപ്പ TKM കുട്ടി വാഴക്കാട് എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ നമ്മുടെ നാട്ടിൽ പിറവിയെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരുപാട് ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിച്ച് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ സഞ്ചയത്തെ കാണുമ്പോൾ, വാഴക്കാട്ട് സമ്മേളനത്തിലെത്തിയ പ്രിയപ്പെട്ട മനസ്സുകളെ കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ജനസാഗരമായി കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കസേരകൾ മുന്നോട്ടിട്ട് ആൾക്കാരിങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വാഴക്കാട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക്, KMCCയുടെ പ്രവർത്തകന്മാർക്ക്, യൂത്ത് ലീഗിന്റെ, MSFന്റെ, വനിതാ ലീഗിന്റെ, ദളിത് ലീഗിന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം അഭിമാനിക്കാം ഈ മനോഹരമായ സദസ്സ്. ആ പാട്ട് ഞാനൊന്ന് പാടിക്കോട്ടെ? നിങ്ങളുടെ കയ്യടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി ആ പാട്ട് ഒന്നുകൂടി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിൽ ഖുതുബ പറയുമ്പോ ആ മിമ്പറിന് ചെറിയൊരു കേടുപറ്റി. ആ മിമ്പറിന്റെ മരത്തടി ഒന്ന് മാറ്റാൻ വേണ്ടി ഒരു സഹോദരി വന്ന് ചോദിച്ചു, എൻ്റെ മകൻ ഒരു ആശാരിയാണ്, അതുകൊണ്ട് ഈ മിമ്പറിന്റെ മരത്തടി ഒന്ന് മാറ്റാൻ എനിക്ക് അവകാശം തരുമോ എന്ന് ചോദിച്ചപ്പോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതം മൂളി. ആ സമ്മതം മൂളിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം മൂളി. അല്പസമയത്തിന് ശേഷം മദീന പള്ളിയിൽ ഒരു കരച്ചിൽ കേൾക്കുകയാണ്.
ഇവിടെ നിന്നാണ് കരച്ചിലെന്ന് ആർക്കും അറിയുന്നില്ല. സഹാബികളൊക്കെ അമ്പരന്നു പോയി, ഇവിടെ നിന്നാണ് ഈ കരച്ചിൽ. അവസാനമാണ് അറിഞ്ഞത് ആ മാറ്റിയ മരത്തടി കരഞ്ഞതാണ്. കാരണം പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആമിനാ ബീബിയുടെ മുത്തുമകന്റെ പാദസ്പർശമേറ്റ ആ ഈത്തപ്പന തടി മാറ്റിയപ്പോ ആ തടി അറിയാതെ കരഞ്ഞു പോയതാണ്. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചേറ്റി സമാധാനിച്ചപ്പോഴാണ് ആ കരച്ചിൽ നിർത്തിയതെന്നാണ് മനോഹരമായ ചരിത്രം അനാവരണം ചെയ്യുന്നത്. ആ പാട്ട് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി സ്നേഹത്തോടുകൂടി ആലപിക്കുകയാണ്. പ്ലീസ് ട്രാക്ക് ഒന്ന് വിടണേ. മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ വന്നേ. അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ. അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം. ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം. ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാം. ഹക്കാണേ കരഞ്ഞത് ഒരു ഈത്ത മരത്തിൻ തടിയാ. അശ്റഫുൽ ഖൽഖന്ന് ഖുതുബക്ക് ചാരിയ തടിയാ. ഹക്കാണേ കരഞ്ഞത് ഒരു ഈത്ത മരത്തിൻ തടിയാ. അശ്റഫുൽ ഖൽഖന്ന് ഖുതുബക്ക് ചാരിയ തടിയാ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ. തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്കാ. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ. തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്കാ. വാക്കാണേ എന്നെ മകനൊരു നജ്ജാറാണ് റസൂലേ. അവിടുത്തേക്കെന്നെ മിമ്പറൊന്നു മകൻ തരും പൊന്നൂലേ. വാക്കാണേ എന്നെ മകനൊരു നജ്ജാറാണ് റസൂലേ. അവിടുത്തേക്കൊരു മിമ്പറനെ മകൻ തരും പൊന്നൂലേ. മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോല
പോലതാ കേൾക്കുന്നു. തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി, തരുളാറ്റൽ അതിൽ കേറി ഹുത്തുബയിൽ മുഴുകി, പഴയ അനഹൽ തടി പുറം തന്നിൽ പൂകി. തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി, തരുളാറ്റൽ അതിൽ കേറി ഹുത്തുബയിൽ മുഴുകി, പഴയ അനഹൽ തടി പുറം തന്നിൽ പൂകി. പൂകിയ സമയം തൊട്ടീന്തമരം വിതുമ്പിടുന്നേ, മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. പൂകിയ സമയം തൊട്ടീത്ത മരം വിതുമ്പിടുന്നേ, മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൽ കരച്ചിൽ പോലതാ കേൾക്കുന്നു. ഖുതുബ കഴിഞ്ഞ് റസൂൽ ഇറങ്ങി, കൽബ് പിടഞ്ഞ് സ്വഹാബും വഴങ്ങി, നഹല പുണർന്ന് മാറിലൊതുങ്ങി. ഖുതുബ കഴിഞ്ഞ് റസൂൽ ഇറങ്ങി, കൽബ് പിടഞ്ഞ് സ്വഹാബും വഴങ്ങി, നഹല പുണർന്ന് മാറിലൊതുങ്ങി. ശറഫുറ്റോർ മരത്തിന്റെ തടി മാറിയിലമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ. ശറഫുറ്റോർ മരത്തിന്റെ തടി മാറിയിലമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ, അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ, അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. മാഷാ അല്ലാഹ്. എന്തായാലും പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്ത നേരത്ത് നിങ്ങളുടെ സമ്മതപ്രകാരം കുട്ടിക്കാനെ ഞാനൊന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. നല്ലൊരു കയ്യടി, നിറഞ്ഞൊരു കയ്യടി സമ്മാനിച്ചുകൊണ്ട് നാടിൻ്റെ ഒരു ആദരം, ഒരു സ്നേഹം അദ്ദേഹത്തിന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം കുട്ടിക്കയുടെ ഈ പാട്ട് ലോകമെമ്പാടും ഒരുപാട് മില്യൺ കണക്കിന് ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തൂലിക, അത് മുസ്ലിം ലീഗിൻ്റെ തൂലികയാണ്. അദ്ദേഹത്തിൻ്റെ തൂലിക നമ്മുടെ പ്രിയപ്പെട്ട നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ജവാദിൻ്റെ വലിയൊരു സ്വപ്നവും ആഗ്രഹവും കൂടിയാണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ തൂലികക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. മനോഹരമായ ഒരുപാട് പാട്ടുകൾ ഈ വാഴക്കാടിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായി അദ്ദേഹം മാറട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സമ്മതപ്രകാരം അദ്ദേഹത്തൊന്ന് സ്നേഹത്തോടുകൂടി ഞാൻ പുണരുകയാണ്. ഒരു കയ്യടി കൂടി സമ്മാനിച്ചുകൊണ്ട് പ്ലീസ്. അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമാണ് വാഴക്കാട്ടെ പ്രിയപ്പെട്ടവർക്ക് പലരി എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ജവാദിന്റെ ആത്മാവ് ഇവിടെ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അള്ളാഹു ആ പ്രിയപ്പെട്ട മകന് സ്വർഗത്തിലെ ഏറ്റവും നല്ല പദവിയിൽ
ഉന്നത സ്ഥാനിയുടെ കൂട്ടത്തിൽ നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു പ്രവർത്തകി എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു വകുപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഹരിത പതാക എന്ന് പറയുന്നത് അത് പടർന്ന് വളർന്ന് പന്തലിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയോ നിങ്ങള്? സാധാരണക്കാരുടെ ഹൃദയം തൊടാൻ ആ പ്രസ്ഥാനത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്. നമ്മുടെ നേതാക്കന്മാർ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിൽ തുടങ്ങി ബാഫക്കി തങ്ങളും മുപ്പി സാഹിബും പോക്കർ സാഹിബും ബനാത്തുബാലയും സീദി സാഹിബും ഷിഹാബ് തങ്ങളും CH മുഹമ്മദ് ഗോയും അഹമ്മദ് സാഹിബും സേട്ടു സാഹിബും അങ്ങനെ ഹൈദരലി തങ്ങളും അടങ്ങുന്ന ഒരുപാട് മഹാരഥന്മാരുടെ മഹാമനീഷികളുടെ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ചിലപ്പോൾ എന്നോട് പേര് മറന്നുപോയിരിക്കാം. അവരുടെ വലിയ പ്രാർത്ഥനയും അവരുടെ വലിയ സന്തോഷവും അവരുടെ പ്രവർത്തനവുമാണ് ഇന്നീ കാണുന്ന ഓരോ ജനങ്ങളും ഓരോ മനുഷ്യരും ഈ ഹരിത പതാക കീഴിൽ ഇരിക്കാനുള്ള കാരണം. അള്ളാഹു അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, പരലോക ജീവിതം സന്തോഷകരമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകന്മാർക്കും കിട്ടുന്ന വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. അവർ മരിച്ചു പോയാലും ആയിരങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആയിരങ്ങൾ അവർക്ക് വേണ്ടി ആമീൻ പറയും, ആയിരങ്ങൾ അവർക്ക് വേണ്ടി സലാത്ത് ചൊല്ലും, ആയിരങ്ങൾ അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി ദുആ ചെയ്യും എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സദസ്സിലെങ്ങാൻ CH വന്നിരുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സാബിക് സാഹിബ് എന്നോട് പറഞ്ഞത് അതാണ്. PH അബ്ദുള്ള മാഷ ഇന്നലെ ആദരിച്ചത് ഈ വാഴക്കാടിന്റെ മണ്ണിൽ ഒരു വലിയ ചരിത്ര മുഹൂർത്തമായി നമ്മൾ ഏറ്റെടുത്തു. PH അബ്ദുള്ള മാഷ അത്രയേറെ നമ്മൾ ഉയർത്തേണ്ടതിന്റെ അത്രയേറെ തൂലിക സമ്മാനിച്ച ഒരാളാണ്. നമ്മൾ ഈ CH മുഹമ്മദ് ഗോയെങ്ങാൻ ഈ വേദിയിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹം ആദ്യം പ്രസംഗിക്കുക സഹോദരിമാരുടെ നേരെ തിരിഞ്ഞായിരിക്കും. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമേ കെട്ടിച്ചയക്കാവൂ. ഏത് തലത്തിലാണോ ഉയർന്നു നിൽക്കേണ്ടത് ആ തലങ്ങളിലൊക്കെ CH മുഹമ്മദ് ഗോയുടെ വലിയ സ്വപ്നം പൂവണിഞ്ഞു. എല്ലാ മന്ത്രിസ്ഥാനങ്ങളും എല്ലാ അധികാരങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന വഴി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ CH കറുത്ത തൊപ്പിയുമിട്ട് പുഞ്ചിരി തൂകി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ CHന്റെ ആദ്യത്തെ സംസാരം അറിവിനെ കുറിച്ചായിരിക്കും, വിദ്യാഭ്യാസത്തെ കുറിച്ചായിരിക്കും. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പഠിക്കുക, വീണ്ടും പഠിക്കുക. സത്യത്തിൻ പാത കാട്ടിയും വെട്ടത്തിൻ തൂണ് നാട്ടിയും വെട്ടിപ്പിടിച്ചോരായിരം ചിത്തങ്ങളെന്റെ CH അല്ലേ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. വാപ്പിക്ക് തങ്ങളുടെ കൂടെ സീദി സാഹിബിന്റെ കൂടെ അദ്ദേഹവും ഒരുമിച്ച് ഒരു പരിപാടിക്ക് പങ്കെടുത്താൽ ജനലക്ഷങ്ങൾ ആ പരിപാടിക്ക് വന്നിരിക്കും. എന്തിന്? അദ്ദേഹത്തിന്റെ പ്രസംഗം അത്രയേറെ ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നു. ആരാന്റെ വെള്ളം കോരികൾ എന്നും വിറക് വേട്ടികൾ ആവരുതെന്റെ കൗമുകൾ ആ ലക്ഷ്യം തീർത്തു CH അല്ലേ? അങ്ങനെയല്ലേ? നമ്മള് കോഴിക്കോട്ട് പോകുമ്പോ ആ നടക്കാവിലെ പള്ളിയുടെ ബാക്ക് സൈഡിൽ ഒരു ഖബർസ്ഥാനുണ്ട്. നമ്മൾ മഹാനായ CHന്റെ ഖബർസ്ഥാനാണത്. അവിടെ പോയി ഒന്ന് സിയാറത്ത് ചെയ്യണം നിങ്ങൾ. ആ നടക്കാവ് പള്ളിയിൽ ആരാണുറങ്ങിടുന്നത്? ഭാരതമാകെ വിറപ്പിച്ച കേരള സിംഹമാണത്. പെണ്ണുങ്ങളെ, സഹോദരിമാരെ, ആണുങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, CH എങ്ങാൻ ഇപ്പോഴുണ്ട് എങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനൊരു കെട്ടിക്കൊടുക്ക്. ഈ ഭരണത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം നേടി ഉയർന്ന തസ്തികയിലെത്തി ചോദ്യചിഹ്നമായി
അടച്ച കതകിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ രാജ്യത്തിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ മഹാനായ CH ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു വട്ടം കൂടി മുന്നില് വന്നെത്തുമോ ആ തിങ്കള്, കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽബിൽ മാരിക്കാത്ത CH. നമ്മുടെ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആയുധമായി ജനങ്ങളെ ഉപദ്രവിക്കുമ്പോ, ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോ, കൊള്ളയും കൊലയും നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോ CH തന്ന ആയുധം, ആയുധമായി കയ്യില്, ആയുധമായി കയ്യില് അക്ഷരം തന്നു CH. അന്ധത നീക്കി മുന്നില് വെള്ളി വെളിച്ചമായവർ, അത്തോളി തന്ന CH അത്താണിയായി ആ സ്വത്ത്, ഭരണത്തിൽ കാട്ടി മാതൃക, ഭരണത്തിൽ കാട്ടി മാതൃക, ഉമർ ഖലീഫ തൻ സൂക്ഷ്മത. മാഷാ അല്ലാഹ് അല്ലേ, എന്തൊരു സന്തോഷമാണ് CH കുറിച്ച് പറയുമ്പോൾ. CH കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ള് സന്തോഷിക്കുന്നു. നമുക്ക് നെഞ്ചു വിരിച്ച് ഹൃദയത്തിൽ കൈവച്ച് പറയാം, CH എന്റെ നേതാവാണ് അല്ലേ. ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂന്തോട്ടം മുഴുവൻ നമുക്ക് തന്ന പ്രിയപ്പെട്ട CH. ഒരു പൂ ചോദിച്ചൊരു സമുദായത്തിന്, ഒരു പൂ ചോദിച്ചൊരു സമുദായത്തിന് പൂന്തോട്ടങ്ങൾ ഒരുക്കി തന്ന പ്രഗത്ഭനായൊരു നേതാവുണ്ട്, അതാണ് നമ്മുടെ CH, അതാണ് നമ്മുടെ CH. നമ്മുടെ പ്രിയപ്പെട്ട മുനീർ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ആരോഗ്യം ഉന്നതങ്ങളിൽ എത്തിക്കട്ടെ, ഉയരങ്ങളിൽ എത്തിക്കട്ടെ. ആരോഗ്യനില ഏറ്റവും സന്തോഷകരമായി വീണ്ടും നമ്മളുടെ ഇടയിൽ പഴയതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. CH മുഹമ്മദ് കോയ. ഒരു പൂ ചോദിച്ചൊരു സമുദായത്തിന് പൂന്തോട്ടങ്ങൾ ഒരുക്കി തന്ന പ്രഗത്ഭനായൊരു നേതാവുണ്ട്, അതാണ് നമ്മുടെ CH, അതാണ് നമ്മുടെ CH. വാടക്കാട്ടെ പ്രവർത്തകരോട് മാത്രമല്ല, ഈ രാജ്യത്ത് മുഴുവൻ മുസ്ലിം ലീഗിന്റെ, MSFന്റെ, KMCCയുടെ, വനിതാ ലീഗിന്റെ എല്ലാ പ്രവർത്തകരോടും നമുക്ക് പറയാനുള്ളത്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ആദ്യം മുസ്ലിം ആവുക, പിന്നീട് മുസ്ലിം ലീഗ് ആവുക അല്ലേ. മാഷാ അല്ലാഹ്. ഒരു പൂ ചോദിച്ചൊരു സമുദായത്തിന് പൂന്തോട്ടങ്ങൾ ഒരുക്കി തന്ന പ്രഗത്ഭനായൊരു നേതാവുണ്ട്, അതാണ് നമ്മുടെ CH, അതാണ് നമ്മുടെ CH. ഹക്കും ബാത്തിലും സൂക്ഷ്മത കാട്ടി, പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ടവരെ, ഹക്കും ബാത്തിലും സൂക്ഷ്മത കാട്ടി അത്യുന്നത മൂല്യങ്ങൾ ഉയർത്തി, ഹക്കും ബാത്തിലും സൂക്ഷ്മത കാട്ടി അത്യുന്നത മൂല്യങ്ങൾ ഉയർത്തി, ജനസേവനം ഒരു പാദത്താക്കി ജന്മം ഭൂമിയിൽ ഫലവത്താക്കി, ജന്മം ഭൂമിയിൽ ഫലവത്താക്കി. ഒരു പൂ ചോദിച്ചൊരു സമുദായത്തിന് പൂന്തോട്ടങ്ങൾ ഒരുക്കി തന്ന പ്രഗത്ഭനായൊരു നേതാവുണ്ട്, അതാണ് നമ്മുടെ CH, അതാണ് നമ്മുടെ CH. ഇതൊരു മനോഹരമാണല്ലേ, ഉള്ളിന്റെ ഉള്ളിൽ തട്ടുന്ന നേതാക്കന്മാരുടെ. നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ നേതാക്കന്മാരുടെയും ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു ചരിത്ര പുസ്തകങ്ങളിലേക്ക്, നമ്മൾ ലൈബ്രറിയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമില്ല. അവരുടെ പ്രവർത്തനത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ CH കുറിച്ച് നമ്മൾ പഠിച്ചാലുണ്ടല്ലോ, നമ്മൾ കണ്ണ് നിറയാതെ ആ പുസ്തകമോ ആ ജീവിതചര്യയോ ആ ജീവിത വഴിയോ അത് വായിച്ചു തീർക്കാനും എഴുതി തീർക്കാനും മനസ്സിലാക്കി തീർക്കാനും നമുക്ക് കഴിയുകയില്ല. അത്രയേറെ പ്രവർത്തനങ്ങൾ ഈ സമുദായത്തിന്, ഇവിടത്തെ പിന്നക്കം നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പോരാടിയ ഒരു സ്നേഹനായകനായിരുന്നു മഹാനായ CH മുഹമ്മദ് കോയ. ഇന്നും
കോഴിക്കോട് CH സെന്ററിന്റെ ആൾക്കാരുടെ ഉണ്ട്, തിരുവനന്തപുരത്ത്, കോഴിക്കോട്ട്, അങ്ങനെ ഒട്ടേറെ വേദികളിൽ പാവങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഒരു നേരത്തെ ഗുളികക്ക് വേണ്ടി, മരുന്നിനു വേണ്ടി ക്യൂ നിൽക്കുന്ന ആ മനോഹരമായ ആ വലിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നമുക്ക് നീണ്ട ക്യൂ കാണാം. CH മുഹമ്മദ് കോയുടെ പേരിലുള്ള ആ വലിയ സെന്റർ, CH സെന്റർ, അത് നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ്. ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്ന കൈലേസാണ് CH സെന്റർ എന്ന് പറയുന്നത്. നമുക്കത് മതി. ആയിരങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന, അവരുടെ സന്തോഷാശ്രു പിടിക്കുന്ന പ്രാർത്ഥന, അത് മതി. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗിന്റെ ഇത്രയും വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ പൊൻതൂവലായി പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഇടം നേടാൻ അതാ നമ്മുടെ ഓർമ്മയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരുന്നു. ആര്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പുഞ്ചിരിയിൽ പൂവിടർത്തിയ സ്നേഹപ്രഭാവം അല്ലേ? മാഷാ അല്ലാഹ്. ആരായിരുന്നു ശിഹാബ് തങ്ങൾ? നമ്മുടെ നേതാവ് മാത്രമായിരുന്നില്ലല്ലോ, മുസ്ലിംകളുടെ നേതാവ് മാത്രമായിരുന്നില്ലല്ലോ. നാനാജാതി മതസ്കരുടെ മനസ്സിന്റെ മാണിക്കമർ കൊട്ടാരത്തിൽ ഇടം നേടിയ ഒരു പ്രിയപ്പെട്ട നേതാവ്. തൂവള്ള വസ്ത്രവുമണിഞ്ഞ് കറുത്ത തുപ്പിയുമിട്ട് ശിഹാബ് തങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നു. ആഹാ, എന്തൊരു സന്തോഷം അല്ലേ, എന്തൊരു സന്തോഷം. ചിരിക്കുന്ന മുഖവുമായി, ജ്വലിക്കുന്ന മിഴിയുമായി ചലിക്കുന്ന പ്രിയ തങ്ങൾ ഓർമ്മയിൽ വന്ന് ഓരോ രസിപ്പിക്കും വർത്തമാനം പറഞ്ഞിടുന്നു. പാണക്കാട്ടേക്ക് ആയിരങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നു. രാത്രി 12:30-1 മണി വരെ ആ ക്യൂ നിലനിൽക്കുന്നു. പാണക്കാടിന്റെ ചരിത്രം, മുസ്ലിം ലീഗിന്റെ ആ ചരിത്രം കൂടിയാണ് പ്രിയപ്പെട്ടവരെ. എന്തിന്? അവിടെ പൊട്ടുതൊട്ടവരുണ്ട്, കുരിശേറ്റിയവരുണ്ട്, തട്ടമിട്ടവരുണ്ട്, മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, എല്ലാവരും ആ വെടിത്താരയിലേക്ക് കടന്നു വരുന്നു. എന്തിന്? ഒരുപാട് പ്രയാസത്തോടു കൂടി, കണ്ണുനീർ വാർത്തുകൊണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പാണക്കാട്ടേക്ക് വരുമ്പോ തിരിച്ചു പോകുന്നത് കൈകൊടുത്ത്, ഹൃദയങ്ങൾ നെഞ്ചേറ്റി, പുഞ്ചിരിച്ചുകൊണ്ട്, സമാധാനത്തോടുകൂടി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാ തങ്ങള് കാസർകോട്ട് ഒരു പരിപാടിയും കഴിഞ്ഞ് രാത്രി 12:30 മണിക്ക് വീട്ടിലേക്ക് കയറി വരുന്നു. നേതാക്കന്മാരുണ്ട്, നായകന്മാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, ഒരുപാട് പേരുണ്ട്. തങ്ങൾ ക്ഷീണിതനാണെന്ന് കണ്ടാൽ അറിയാം. പക്ഷെ തങ്ങൾ കയറുമ്പോ എല്ലാവരോടും സലാം ചൊല്ലി, എല്ലാവരുടെയും നടുത്തേക്ക് ഒന്ന് സലാം പറഞ്ഞു വിട്ടു, ഒരു നോട്ടമിട്ടു. അതാ ആ മൂലയിൽ കുറെ പച്ചപ്പാവങ്ങളുണ്ട്, കടലോരവാസികളാണ്. കണ്ണൊക്കെ കുഴിയിലേക്ക് തള്ളി വെയിൽ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുന്ന കുറെ പച്ചപ്പാവങ്ങളായ കടലോരവാസികൾ. എന്തിനാ നിങ്ങൾ വന്നത്? തങ്ങളെ എല്ലാം കടലെടുത്തു കൊണ്ടുപോയിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് തങ്ങളോടത് പറഞ്ഞപ്പോ ഷർട്ടൊന്ന് അയച്ചു വെക്കട്ടെ, ഉള്ളാസ് വെള്ളം കുടിക്കട്ടെ, ഒന്ന് മൂത്രമൊഴിക്കട്ടെ, ഒന്ന് അകത്ത് കയറി ഭാര്യയോട് സമ്മതം ചോദിക്കട്ടെ എന്ന് തങ്ങൾ പറഞ്ഞില്ല. തങ്ങൾ നേരെ കടപ്പുറത്തേക്ക് പോയി അവരോടൊപ്പം ചേർന്നുകൊണ്ട് ആ കാറ്റത്ത്, ആ മഴയത്ത്, ആ വെയിലത്ത്, ആ പ്രിയപ്പെട്ട പച്ചപ്പാവങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു തങ്ങളാണ് നമ്മുടെ നേതാവ്. മാഷാ അല്ലാഹ്. അനുതാപ മനസാലെ അഭലരിൽ തുണയേകി അഗതികൾ കവർത്താങ്ങും തണലുമായി നമ്മെ അനാഥരാക്കിയ ജ്യോതി പൊലിഞ്ഞു പോയി. എന്തിനാണ് തങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ അയവിറക്കുന്നത്? ഒരു നർഗിസ് പോലെ, ഒരു ദേവദാരു പൂ പോലെ വർഷങ്ങൾ കഴിഞ്ഞേ പൂക്കൂ എങ്കിലും അത് പൂത്താൽ അതിന്റെ മണം ഒട്ടുമേ ചോർന്നു പോകാതെ നിലനിൽക്കുമെന്ന് ശിഹാബ് തങ്ങളുടെ ചരിത്രം നമ്മളെ ഓർമ്മിക്കുന്നു അല്ലേ? നോക്ക് നിങ്ങൾ, മാറാട് കത്തിയിരിഞ്ഞപ്പോ, നാട്ടിൽ ഒരുപാട് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോ മുസ്ലിം ലീഗിനെ പലരും പരിഹസിച്ചു. മിണ്ടുന്നില്ല, ഈ പ്രസ്ഥാനം ഒന്നും പറയുന്നില്ല, ഒന്നും പ്രതികരിക്കുന്നില്ല, മൗനമായിരുന്നു പ്രിയപ്പെട്ട തങ്ങളുടെ ആയുധം. ഫല്യകുൽ ഖൈറൻ ഔ ലിയസ്മുത്, നിങ്ങൾ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന പ്രവാചക സൂക്തം
ആ ഹദീസ് പ്രിയപ്പെട്ട തങ്ങൾ നെഞ്ചേറ്റി വെച്ചിരുന്നു. ഫല്യകുൽ ഖൈറൻ ഔ ലിയസ്മുത്, നിങ്ങൾ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പക്ഷേ അന്ന് തങ്ങൾ മിണ്ടി. മൗനത്തിന് ശേഷം തങ്ങൾ പറഞ്ഞു, സഹോദരന്മാരെ, ഈ രാജ്യത്തെ ഒരാളെയും ആക്രമിക്കരുത്. എല്ലാവരും നമ്മളുടെ സഹോദരന്മാരാണ്. ഒരു ആരാധനാലയത്തിന്റെ ഒരു ഓട് പോലും ഇഷ്ടിക പോലും നിങ്ങൾ തകർത്ത് കളയരുത്. അന്നെങ്ങാൻ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അന്ന് ആ വാക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട് കത്തിയിരിഞ്ഞേനെ, കത്തിച്ചാമ്പലായി പോയേനെ. പ്രിയപ്പെട്ട തങ്ങളുടെ ആ ഇടപെടൽ, ആ സ്നേഹമിശ്രണമായ ആ ഇടപെടൽ കലാപങ്ങൾക്കിടയിലും കനിവിൻ കൈത്തിരിയായി കരുത്തുറ്റാത്തിരുഹസ്തം കടന്നു വന്നു. കലുഷക്കിനാ കാണും മനസ്സിൽ സാന്ത്വനം ചോരിഞ്ഞു. റഹ്മാനെ തുണക്കണേ, റാഹത്ത് ചൊരിയണേ, ഖബറിനെ വാസിയാക്കി തീർത്തിടണേ, എന്നും സ്വർഗത്തിൻ പരിമളം വീശിടണേ. നമുക്ക് എന്ത് വേണം പ്രിയപ്പെട്ടവരെ? നമ്മുടെ നേതാവ് ശിഹാബ് തങ്ങളാണ്, നമ്മുടെ നേതാവ് ബാഫക്കി തങ്ങളാണ്, നമ്മുടെ നേതാവ് ഇസ്മായിൽ സാഹിബാണ്. പ്രിയപ്പെട്ട ഓരോ നേതാക്കന്മാരെയും തലമുറകൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. തലമുറകൾ എങ്ങോ പോയിക്കൊണ്ടിരിക്കുമ്പോ, ചരിത്രം വിസ്മൃതിയിലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ, ആ ചരിത്ര മൂല്യങ്ങളെ വീണ്ടും മുസ്ലിം ലീഗിന്റെ വാഴക്കാട്ട് പ്രവർത്തകര് വീണ്ടും മനോഹരമായി അയവിറക്കുമ്പോ, കാവിയണിയുന്ന നവമാർക്സിസം, നേരുറപ്പിന്റെ ഹരിത രാഷ്ട്രീയം എന്ന ഈ വലിയ ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് പ്രിയപ്പെട്ട മില്ലത്ത് കോൺക്ലേവിന്റെ ഈ മനോഹരമായ പരിപാടിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തലമുറകൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. മോനെ, ഇസ്മായിൽ സാഹിബാണിത്, ഇത് ബോക്കർ സാഹിബാണ്, ഇത് ഉപ്പി സാഹിബാണ്, ഇത് ബാഫക്കി തങ്ങളാണ്, ഇത് ശിഹാബ് തങ്ങളാണ്, ഇത് സെട്ടു സാഹിബാണ്, ഇത് ഹൈദർ അലി തങ്ങളാണ്, ഇത് നാടിന്റെ നേരുറപ്പിൽ നിന്ന സംഘടനയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ്. അധികാരത്തിനു വേണ്ടി വടംവലിക്കാതെ ഹൃദയൈക്യത്തോടുകൂടി മുന്നോട്ടു പോയ മഹാമനീഷികളെ നമ്മൾ വീണ്ടും ഓർമ്മിക്കുകയാണ്. പാണക്കാട്ട് കൊടപ്പരക്കൽ തങ്ങൾ ശിഹാബ് തങ്ങളുടെ വീട്ടിൽ പോയപ്പോ പ്രിയപ്പെട്ട മുനവർ മോൻ എന്നോട് പറഞ്ഞു, മുനവർ അലി തങ്ങൾ എന്നോട് പറഞ്ഞു, പാലേരി ഉപ്പാനെ കുറിച്ച് ഒരു പാട്ട് പാടുമോ എന്ന്. എനിക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ. പക്ഷേ ആ കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ശിഹാബ് തങ്ങളുടെ പാദസ്പർശമേറ്റ, പൂക്കോയ തങ്ങളുടെ പാദസ്പർശമേറ്റ, അവരുടെ ശ്വാസോച്ഛ്വാസം പതിഞ്ഞ ആ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഒരു പാട്ട് പാടുക എന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു. എൻ്റെ കണ്ണ് അറിയാതെ നിറഞ്ഞുപോയി. പക്ഷെ ഞാൻ ആ പാട്ട് പാടി. വാഴക്കാട്ട് പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി ഞാൻ ആ പാട്ട് ആലപിക്കുകയാണ്. ഒരു സ്നേഹ സന്തോഷത്തിന്റെ വേദിയായതുകൊണ്ട് ആ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങളുടെ പാട്ടൊന്നുകൂടി ഞാൻ എല്ലാവർക്കും വേണ്ടിയും ഒരിക്കൽ കൂടി ആലപിക്കുകയാണ് സ്നേഹത്തോടു കൂടി. ഒന്ന് പാടിക്കോട്ടെ. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ, ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലെ. വിധിച്ചുലകിൽ തങ്ങൾക്കായുസ് ആശ്വാസത്തിന് അതൊന്നു മാത്രം, സഹിച്ചിടുന്നു അവരെ വിയോഗം കടിച്ചമർത്തി കുടുംബമഖിലം. നിനച്ചിടാതെ പിരിഞ്ഞു തങ്ങൾ സഹനക്കടലിൽ നീന്തും ഞങ്ങൾ, വിധിക്കു പിന്നിൽ റബ്ബിൻ കൽപ്പന തടുക്കുവാൻ പഴുതില്ല മണ്ണിൽ. മരണം മർത്യന് ജനനം പോലെ വിധിച്ചു ഫർലായി ഖാലിക്കായോൻ, മറക്കുകില്ല നാളെ ഖിയാമത്തോളം മർത്യർ തങ്ങളവരെ. ഞെട്ടിവിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം,
ഞെട്ടറ്റിടും പൂക്കോയ തങ്ങളെ കുലമിൽ നിന്നും മറ്റൊരു താരം. ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി. ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു. ഓരോരുത്തരും വാഴക്കാട്ട് ഓരോരുത്തരും ചോദിക്കുകയാണ്, എന്റെ തങ്ങൾക്ക് പകരം വെക്കാൻ ആരുണ്ട്? പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം. പിരിശം വെക്കാൻ സ്നേഹപ്പൂമൊഴി കേട്ടിടുവാനും ഇനിയാവില്ല. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ നാളെ സ്വർഗ പൂങ്കാവനമിൽ കണ്ടിടുവാനായി. ഇരപകലിരു കരമാലെ കരഞ്ഞു പറയും ഞങ്ങൾ വേദനയാലേ. കരയാൻ വെമ്പും പ്രകൃതി പോലും മഹാനുഭാവന് കണ്ണീർ വാർത്ത്. കരളലിക്കും കാഴ്ചകളെന്ന് ചുറ്റും കണ്ടു സഹനം കെട്ടു. കരഞ്ഞുപോയി ജനമനസ്സെല്ലാം ജാതി മതത്തിനതീതമായി. ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഉൻ വാക്യം കേവലമായി. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലെ. വിധിച്ചുലകിൽ തങ്ങൾക്കായുസ് ആശ്വാസത്തിന് അതൊന്നു മാത്രം. സഹിച്ചിടുന്നു അവരെ വിയോഗം കടിച്ചമർത്തി കുടുംബമഖിലം. മാഷാ അല്ലാഹ്, നമ്മുടെ മുമ്പിലൂടെ സ്നേഹനിധിയായ ആ മഹാമനീഷി ഇങ്ങനെ നടന്നു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ശിഹാബ് തങ്ങള് ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയപ്പോൾ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ എന്തു വേണമെന്ന ചിന്തയായി എല്ലാവരുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ആ നേതാക്കന്മാരിങ്ങനെ ചർച്ച ചെയ്തപ്പം പ്രിയപ്പെട്ട ഹൈദരലി തങ്ങളും സാദിഖ് അലി തങ്ങളും ഒരൊറ്റ അഭിപ്രായം വെച്ചു. എന്താ അഭിപ്രായം? തങ്ങൾ ജീവിച്ചത് പാവങ്ങൾക്ക് വേണ്ടിയാണ്, പച്ച പാവങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തങ്ങളുടെ പേരിൽ സൗധമല്ല വേണ്ടത്, തങ്ങളുടെ പേരിൽ എന്നെന്നും ഓർമ്മിക്കാൻ, പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടം, അതാണ് ബൈത്തുർ റഹ്മ. മാഷാ അല്ലാഹ്, 100 150 വീടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ 10,000-ൽ കവിഞ്ഞു. അന്യ സംസ്ഥാനങ്ങളിലേക്ക് അതിന്റെ വ്യാപനം പോയി. നിങ്ങൾ നോക്ക്, മുസ്ലിം ലീഗിനെ കരിവാരി തേക്കുന്നവരോട്, മുസ്ലിം ലീഗിന്റെ മേലെ ചളിവാരി എറിയുന്നവരോട് സ്നേഹസ്വരത്തിൽ മതേതര ചിന്തയോടുകൂടി മുന്നോട്ട് പോയിരിക്കുന്ന, ഈ മണ്ണിന്റെ മണം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന, നാനാത്വത്തിൽ ഏകത്വം എന്ന മഹാശയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഈ പ്രസ്ഥാനം ആദ്യത്തെ ബൈത്തുർ റഹ്മ സമ്മാനിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനല്ല, KMCCയുടെ ഒരു പ്രവർത്തകനല്ല. അവർക്ക് എല്ലാവർക്കും വീടുള്ളത് കൊണ്ടല്ല, അവർക്കും വേണം വീട്. പക്ഷേ നമ്മൾ ആദ്യം കൊടുത്ത വീട് മണ്ഡകപ്പറമ്പിൽ മാധവേട്ടൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗിനല്ലാതെ ഇങ്ങനെ ആർക്ക് ചെയ്യാൻ പറ്റും? പക്ഷേ ഹൈന്ദവ സഹോദരനായ മണ്ഡകപ്പറമ്പിൽ മാധവേട്ടൻ അദ്ദേഹത്തിനോട് ഈ വാർത്ത പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പരിഹസിക്കുകയാണോ? പലരും എന്നോട് പറഞ്ഞ് വീടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരാറുണ്ട്, പക്ഷെ ഇന്ന് വരെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടില്ല. ഞാനും എൻ്റെ മക്കളും ഈ തെരുവോരത്തിൽ മഴ കൊണ്ട്, വെയിൽ കൊണ്ട്, മഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, നമ്മുടെ നേതാവ് പറഞ്ഞു, അല്ല, നിങ്ങൾക്കൊരു വീടുണ്ട്. അദ്ദേഹം സന്തോഷം കൊണ്ട് എന്തെന്ന് ചെയ്യാൻ അറിയാൻ കഴിയാതെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങളെ, ശിഹാബ് തങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ? മരിച്ചതുപോലും വഫാത്തായതുപോലും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ സാദിഖ് അലി നിങ്ങൾ ചിരിതൂകൊണ്ട് പറഞ്ഞു, മതവേട്ട, അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ, രണ്ടാമത് നമ്മൾ വീട് കൊടുക്കുന്നത് മറ്റൊരു പ്രവർത്തകനാണ്. പിന്നീട് ആയിരക്കണക്കിന് പള്ളികൾക്കും അമ്പലങ്ങൾക്കും കുറ്റിയിട്ട
വേലുക്കുട്ടി ആശാരി എന്ന് പറയുന്ന ഒരാശാരിക്ക് വേണ്ടിയാണ് 75 വർഷം 76 വർഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത് 75 വർഷം ഈ പ്രസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എങ്ങനെയാകുമായിരുന്നു പ്രിയപ്പെട്ടവരെ? ഇന്നും ശിരസ്സുയർത്തി തലയുയർത്തി അതിന്റെ ഉച്ചിയിൽ അതിന്റെ പ്രകാശം പരത്തുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അഭിമാനമാണ് ഈ പ്രസ്ഥാനം, അഭിമാനമാണ് ഈ പ്രസ്ഥാനം. നാടിന്റെ പല പ്രസ്ഥാനങ്ങളും ഭരണ പ്രസ്ഥാനങ്ങളൊക്കെ ഈ നാടിൽ മുന്നോട്ട് പോകുമ്പോൾ അപമാനമായി തീർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അഭിമാനമാണ് എന്റെ ഈ പ്രസ്ഥാനം. ഉയരട്ടെ വാനിലമ്പിളി പോൽ ഹരിത പതാക, ഉയരട്ടെ നേരിലി കൊടിയും ഭാരതമാ. സ്വാദിഖലി തങ്ങൾ നയിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തളരാതെ തകരാതെ എന്നെന്നും നിലനിന്നിടും മുസ്ലിം ലീഗ് സിന്ദാബാദ്. യൂത്ത് ലീഗ് സിന്ദാബാദ്, KMCC സിന്ദാബാദ്, വനിതാ ലീഗ് സിന്ദാബാദ്, MSF സിന്ദാബാദ്. മാഷാ അല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രവാസി സംഗമമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവാസി സംഗമത്തിൽ പ്രിയപ്പെട്ട പ്രവാസികൾ എല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലെ? കണ്ണത്താ ദൂരത്ത് പ്രവാസികൾ എത്രയോ വർഷങ്ങളായി കഴിഞ്ഞുകൂടുന്നു. പക്ഷേ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരാണ് മുന്നോട്ട് വന്നത്? രാവിലെ ഉറങ്ങി, രാവിലെ എഴുന്നേറ്റ്, രാത്രി ഉറങ്ങി, വീണ്ടും ഉറങ്ങി, വീണ്ടും എഴുന്നേറ്റ്, ഒരു പ്രതീക്ഷയോ പ്രത്യാശയോ ഇല്ലാതെ തന്റെ കാശെല്ലാം നാട്ടിലേക്ക് അയച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പ്രവാസിയെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വരമ്പിലേക്ക് ആരാണ് കൈപിടിച്ചുയർത്തിയത്? ആരാണ് കൈപിടിച്ചുയർത്തിയത്? മുസ്ലിം ലീഗ് നട്ടു നനച്ചു വളർത്തി വൻമരമാക്കിയ മാഷാ അല്ലാഹ്. മുസ്ലിം ലീഗ് നട്ടു നനച്ചു വളർത്തി വൻമരമാക്കിയ മഹിതമൊരാശയമാണ് KMCCയും. മരുവിൽ പൂത്ത് വിരിഞ്ഞ് സുഗന്ധം എന്നും വീശിയിടുന്ന മാനുഷ സ്നേഹത്തിന്റെ മധുകൾ പാടുന്നേ. തന്റെ വേതനം തുച്ഛമാണ് എങ്കിലും തന്റെ വിയർപ്പിന്റെ ഗന്ധം ഈ നാട് ആസ്വദിക്കണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അവരോട് സ്നേഹസ്വരത്തിൽ പറഞ്ഞു. അവരൊന്നിച്ചു ചേർന്നു, കോർത്ത് നിന്നു. ഒരു മാലയിൽ കോർത്ത മുത്തുണികളെ പോലെ KMCC പ്രവർത്തകരെ, പ്രവാസികളെ ഒന്നടങ്കം സംഘടിപ്പിച്ചു, സമ്മേളിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ സമയത്ത് നമ്മൾ കണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ ഭരണാധിപന്മാര് പോലും സമ്മതിച്ചൊരു കാര്യമാണ്. പക്ഷേ അവർക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. ഈ കൊറോണ സമയത്ത് നാടിന്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, പുരോഗമന പ്രവർത്തനങ്ങൾ നിലച്ചുപോയത്, മന്ദീഭവിച്ചു പോയത് എങ്ങനെയാണ്? നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ ഒഴുക്ക് നിലച്ചപ്പോഴാണ്. പക്ഷേ ഇവിടുത്തെ ഭരണ ഗവൺമെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കൊറോണ സമയത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടായപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവർ കൂട്ടാക്കിയില്ല എന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വേദനയുണ്ടാക്കുന്ന, ഒരിക്കലും മാറാത്ത വേദനയായി ഇന്നും നിലനിൽക്കുകയാണ്. പക്ഷേ ആരെയും കാത്തിരുന്നില്ല. കൊറോണ സമയത്ത് സ്വന്തം ചാർട്ടർഡ് പ്ലെയിൻ ഉണ്ടാക്കി KMCCയുടെ പ്രിയപ്പെട്ട പ്രവർത്തകര് തന്റെ വേതനത്തിന്റെ, തന്റെ വിയർപ്പിന്റെ കണം അവർക്ക് വേണ്ടി ചെലവഴിച്ച് നാട്ടിലേക്ക് പ്രിയപ്പെട്ടവരെ എത്തിച്ച ഒരു ചരിത്രം KMCCക്കുണ്ട്. അറബികൾ പോലും അമ്പരന്നു. ആരാണ് ഈ കൂട്ടര്? മരണത്തെ പോലും മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മനുഷ്യർ, പച്ച മനുഷ്യർ ആരാണ്? അറബികളോട് പറഞ്ഞു, അത് KMCCയുടെ പ്രവർത്തകരാണ്. മർഹബ മർഹബ. എന്താണെന്നറിയോ നിങ്ങള്? KMCC നമ്മുടെ ഉള്ളിലെ വികാരമാണ്. KMCCയുടെ ഓരോ പ്രവർത്തനവും നാട്ടിലേക്ക് പ്രവാസികൾ വരുമ്പോ അടുത്ത സുഹൃത്തിനോട് ചോദിക്കും, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, എന്തെങ്കിലും വിവരങ്ങൾ നാട്ടിൽ പറയണോ? പ്രവാസികളുടെ ഈ കൂട്ടത്തില് എന്തെങ്കിലും വിവരം നാട്ടിൽ പറയണോ?
പുറത്തു തട്ടി പറയും, എനിക്ക് പരമസുഖാന്ന് പറഞ്ഞേക്ക്. ഓരോ പ്രവാസികളും അങ്ങനെയാണ് പറയുന്നത്, എനിക്ക് സുഖമാണെന്ന് പറഞ്ഞേക്ക്. ജയിലഴികൾ പിടിച്ചു ഞാനൻ കുഞ്ഞുമക്കളെയോർത്ത്, ഇപ്പെരുന്നാളിന്നുമെത്ര കണ്ണുനീര് വാർത്ത്. എങ്കിലും എനിക്ക് വീടെ ഏറെ സുഖമാണ് എന്നു ഭാര്യ മക്കളോടെൻ്റുമ്മ പറഞ്ഞേക്ക്. അറബ് നാട്ടിനകലെ ഇന്ന് ഞാനുമെത്തിയുമ്മ, അലകടലിന്നിക്കരയിൽ നാടനിക്കോരോർമ്മ. അവർക്കാണ് ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയത്, അവർക്കാണ് ഒരു പ്രത്യാശ ഉണ്ടാക്കിയത്. അതുകൊണ്ട് പ്രവാസികളായ പ്രിയപ്പെട്ടവരെ നമ്മൾ തോളോട് തോളൊരുമി ചേർത്ത് പിടിച്ചു. അവരുടെ പ്രയാസങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ പ്രയാസമാക്കി, അവരുടെ പ്രയാസങ്ങൾ നാടിന്റെ പ്രയാസമാക്കി നമ്മൾ മാറ്റി. ഇന്നും KMCCയുടെ പ്രവർത്തകരുടെ നാണയത്തുട്ടുകളാണ് നാടിന്റെ ഒരുപാട് പുരോഗതിക്ക്. ഇത് കേൾക്കുന്ന ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള KMCC പ്രവർത്തകരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ ആയിരങ്ങളുടെ രോഗികളുടെ പ്രയാസം അനുഭവിക്കുന്നവരുടെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിൽ കുതിർന്ന കണ്ണീരുണ്ട്. നിങ്ങൾക്ക് സന്തോഷാശ്രൊഴുക്കിയുള്ള പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ട പ്രവാസികളെ, അല്ലെ? നിന്നിൽ വിശ്വാസം ഇപ്പോൾ ഉണ്ടെനിക്കാശ്വാസം, പലരുടെ വിശ്വാസം ഇപ്പോൾ തെറ്റി നിശേഷം. പണവും സുഖവും സൗകര്യങ്ങളും കൂടി വരുമ്പോൾ പെണ്ണാളെ തണ്ടും തടിയും ഉള്ളൊരു പുരുഷനെ കണ്ട് മനസ്സ് മയങ്ങല്ലേ. ചാടിപ്പോയിടല്ലേ മനുഷ്യ, ഓടിപ്പോയിടല്ലേ, ഓടിപ്പോയിടല്ലേ കരളെ, ചാടിപ്പോയിടല്ലേ. ഓരോ പ്രവാസികളുടെയും വലിയ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു ആ വാക്കുകൾ. ഞാൻ പറഞ്ഞു വരുന്നത് മനോഹരങ്ങളായ പാട്ടുകൾ. പ്രവാസി ലോകത്ത് 1977 കാലഘട്ടത്തിന് ശേഷം പ്രവാസികൾക്ക് കൂട്ടായി നിന്നത് അന്നുള്ള പാട്ടുകളായിരുന്നു, അല്ലെ? നമുക്കെല്ലാം ആ പാട്ടറിയാം. ഒന്ന് പാടും എല്ലാവരും. അബുദാബിയിലുള്ളോരെഴുത്ത് പെട്ടി തുറന്നപ്പോൾ കത്ത് കിട്ടി, എൻ പ്രിയ നീ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്ത് ഞാൻ കണ്ട് ഞെട്ടി. ഈ പാട്ട് എപ്പോഴാ പാടിയെന്ന് പറയുന്നത്? പ്രിയപ്പെട്ട ഭാര്യയുടെ ഹൃദയത്തിൽ ചാലിച്ചൊഴുകിയ ആ ദുഃഖവും സ്നേഹവും വിരഹവും എല്ലാം തൂലികയിലൂടെ കത്തിലേക്ക് പകർത്തിയപ്പോ, എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാൽ ഏറെ പിരീശത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണീ വീട് എന്ന് തന്നെ എഴുതിയിടട്ടെ, മാറൂ നാട്ടിൽ നിങ്ങൾക്കുമതിലേറെ സ്നേഹമാണെന്ന്, നിങ്ങൾക്കുമതിലേറെ ക്ഷമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. ഒരു കയ്യടി സമ്മാനിക്കും എല്ലാവരും ചേർന്നുകൊണ്ട്. ഇല്ല, ബാക്കിൽ നിന്ന് എല്ലാവരും പ്ലീസ്, എല്ലാവരും ചേർന്നുകൊണ്ട്. ആഹാ, ഇത് പ്രവാസികൾക്കുള്ള കയ്യടിയാണ്. പ്രവാസികളെ, നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല. ഈ വാഴക്കാട്ട് സമ്മേളനത്തിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ നിങ്ങളോടൊപ്പം ചേരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹൃദയമായ KMCC അവിടെ ഉണ്ട് എന്ന് സ്നേഹത്തോടുകൂടി നമ്മൾ പറയുകയാണ്. എന്തൊക്കെ പ്രവർത്തനമാണ് നാട്ടിൽ ചെയ്തത്? ആയിരങ്ങൾക്ക് കുടിവെള്ള പദ്ധതികൾ, CH സെന്ററുകൾ, പെൻഷൻ പദ്ധതികൾ, അങ്ങനെ ഒട്ടേറെ ബൈത്തുർ റഹ്മകൾ എല്ലാം പ്രവാസികളുടെ വിയർപ്പിന്റെ സുഗന്ധമാണ്. സുഗന്ധമായി നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. KMCC പ്രവർത്തകർക്ക് നാട്ടിലാ കണ്ണെത്താ ദൂരത്ത് കടലിന്റെ ഇക്കരെ വന്നോരെ, കൽബുകൾ വെന്ത് പൊരിഞ്ഞോരെ, തെങ്ങുകൾ തിങ്ങിയ നാടിന്റെ ഓർമ്മയിൽ മുങ്ങിയ നിങ്ങളുടെ കഥ പറയൂ.
പലപ്പോഴും ഞാൻ പറയാറുണ്ട്, പ്രവാസികളെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ വലിയ സങ്കടം നമ്മൾ അയവിറക്കാറുണ്ട്. സഹോദരിമാരെ, നിങ്ങൾ പ്രവാസികൾ വിളിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാറ്? ഇക്കാക്ക നിങ്ങൾ പിന്നെ വിളിക്ക്, ഉപ്പ നിങ്ങൾ പിന്നെ വിളിക്ക്, ഞാനൊരു പൊരേക്കൂടിലാണ്, ഞാൻ സൽക്കാരത്തിലാണ്, ഞാൻ കല്യാണ പരിപാടിയിലാണ്, നിങ്ങൾ പിന്നെ വിളിച്ചോ. നോക്ക്, നിങ്ങളങ്ങനെ പറയരുതേ. എന്താണെന്നറിയോ? അവരുടെ ജോലി തിരക്കിനിടയിൽ, അവരുടെ നെട്ടോട്ട പാച്ചലിനിടയിൽ, കണ്ണത്താ ദൂരത്ത് നിന്ന് പൊരിവെയിൽ കൊണ്ട് ഏതോ ഒരവസരത്തിൽ നിങ്ങളെ ഓർമ്മയായപ്പോ ഒന്ന് വിളിച്ചതാണ്. അതും ചെറിയൊരു കുഞ്ഞു ഫോണിൽ. നമ്മൾ ഉപയോഗിക്കുന്ന വലിയ ഫോണൊന്നുമല്ല, ചെറിയ ഫോണിൽ നിങ്ങളെ വിളിക്കുകയാണ്. എല്ലാ രോഗവും ഒരൊറ്റ പെനഡോളിൽ കഴിച്ചു കൂട്ടുന്ന പ്രവാസി, 4-5 തട്ടുള്ള കട്ടിൽ കിടങ്ങുന്ന പ്രവാസി, നാട്ടിൽ വലിയ വീടും വലിയ ബംഗ്ലാവും ഒരുപാട് ബാത്റൂമും ഉണ്ട് എങ്കിലും ഗൾഫിൽ ബാത്റൂമിൽ ക്യൂ നിൽക്കുന്ന പ്രവാസി. ആർക്കു വേണ്ടിയാണ് മെഴുകുതിരി കത്തുന്നത്? ആർക്കു വേണ്ടിയാണ് ഇതിങ്ങനെ മെഴുകുതിരി കത്തി ഒഴിക്കുന്നത്? നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. ചിലപ്പോഴൊക്കെ പ്രവാസി സുഹൃത്തുക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഉമ്മാനെയും ഭാര്യയെയും മക്കളെയും അവരിങ്ങനെ ഓർക്കുംല്ലേ? മൊഞ്ചുള്ള മുഖം കാണാൻ കൊതിയാവുന്നു, നിന്റെ തേനൂർ മൊഴി കേൾക്കാൻ മനം വെമ്പുന്നു. അന്തിമാനത്തൊളി ചന്ദ്രൻ ചിരി തൂകുമ്പോൾ നെഞ്ചിലെ കിളിയെ ഞാൻ ഓർമ്മിക്കുന്നു. ഭാര്യയെ പലപ്പോഴും ഓർമ്മയിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു വരാറുണ്ട്, മക്കളെ നമ്മൾ കൂട്ടിക്കൊണ്ടു വരാറുണ്ട്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും നമ്മളെ പ്രിയപ്പെട്ടവരെ യാത്രയയച്ച് പിരിഞ്ഞു പോകുമ്പോ, പറിച്ചെറിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ വലിയ സ്വപ്നമാണ് പ്രിയപ്പെട്ടവരെ. ആ സ്വപ്നമാണ് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ, മുസ്ലിം ലീഗിന്റെ കാരുണ്യ സംഘടനയായ KMCC ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പ്രിയപ്പെട്ട KMCCയുടെ പ്രവർത്തകർക്ക് ഇനിയും ഒരുപാട് പ്രവർത്തന മേഖലകൾ താണ്ടാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഹൃദയം തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട ഉമ്മയെ ചിലപ്പം കിനാവ് കാണാറുണ്ട്. ആര്? പ്രവാസി സുഹൃത്തുക്കള്. ഉമ്മ പറഞ്ഞ് ഒരുപാട് കുശലവും അന്വേഷണവും സന്തോഷവും ഒക്കെ പറഞ്ഞ് ഉമ്മ അടുത്തു വന്ന്, ഭാര്യ അടുത്തു വന്ന്, മക്കൾ അടുത്തു വന്ന് ഇങ്ങനെ ചിരിച്ച് കളിച്ച് കുസൃതിയും കുറുമ്പുമായി നിൽക്കുമ്പോഴാണ് ഉറക്ക് തെളിഞ്ഞ് ഓരോ പ്രവാസി ഉണ്ട് ഇവിടെ, ഉറക്ക് തെളിഞ്ഞ് അതൊരു പാഴ്ക്കിനാവാണെന്ന് തോന്നുന്നത്, അതൊരു പാഴ്ക്കിനാവായി തോന്നുന്നത്. അകലക്കിനാവിന്റെ ഉമ്മറത്തെന്നും, അകലക്കിനാവിന്റെ ഉമ്മറത്തെന്നും, അരികിൽ വായെന്നോതി മാടി വിളിക്കവേ, അതു കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി, അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി. തിരികെട്ടുപോയ വിളക്കിന്റെ മുന്നിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ, തിരികെട്ടുപോയ വിളക്കിന്റെ മുന്നിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ, തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. മാറിയ കാലത്തിലേറും പരിഷ്കൃതി പേറുന്ന നീറുന്ന പാവം പ്രവാസികൾ, കോറിയ ചിത്രങ്ങൾ ഓർത്ത് ഞാൻ നിൽക്കവേ, ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ, ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ. ഒറ്റക്കിരുന്ന് കട്ടിലിൽ കിടന്ന് പൊട്ടിക്കരയുന്ന പ്രവാസിയുടെ കണ്ണീരിന്റെ വേദന ആരാണ് അറിയുന്നത്? ഉമ്മ മരിച്ചെന്ന്, ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പ്രവാസി പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ സദസ്സിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനകം പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങൾ ഈ സദസ്സിലേക്ക് വരും. അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടി സദസ്സ് ഏറെ ഭംഗിയാക്കി വാഴക്കാടിന്റെ ചരിത്രം
മുസ്ലിം ലീഗിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് തങ്ങള് ഈ സ്നേഹ സദസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കാണിക്കണം. അദ്ദേഹത്തിന്റെ ഈ സ്നേഹ സാന്നിധ്യം നമുക്ക് ആസ്വദിക്കാൻ ഏതാനും സമയത്തിനകം ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സ്നേഹനിധിയായ പ്രവാസി സുഹൃത്തുക്കളെ കുറിച്ചാണ് അല്ലെ. ഉമ്മാനെ കിനാവിൽ കാണാറുണ്ട്. ചിലപ്പോ ഉമ്മ വന്ന് കുസൃതിയും കുറുമ്പും പറയാറുണ്ട്. ഭാര്യയും മക്കളും വന്ന് പറയാറുണ്ട്. ICUവിൽ അവസാനമായി കിടക്കുന്ന ഉമ്മയെ ഏതോ കിട്ടിയ പ്ലെയിനിൽ കയറി കയ്യിൽ കിട്ടിയ എന്തെങ്കിലും എടുത്ത് പാക്കറ്റിലാക്കി നാട്ടിലേക്ക് വന്ന് ഡോക്ടറോട് ചോദിക്കും, എന്റെ ഉമ്മ ഇവിടെ? ICUവിലാണ്, ഇപ്പൊ കാണാൻ പറ്റില്ല. ദൂരെ നിന്ന്, ICUവിന്റെ ദൂരെ നിന്ന് വായിൽ ഓക്സിജൻ സിലിണ്ടറും ഇട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാനെ ദൂരെ നിന്ന് കാണുമ്പോ ഉമ്മ കണ്ണുകൊണ്ടൊരു സലാം പറയുന്നുണ്ട്. പ്രവാസി അവസാനമായി ഒരു നാളിലൊരു വേള ഞാനും എൻ്റുമ്മയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി. ഒരു നാളിലൊരു വേള ഞാനും എൻ്റുമ്മയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി. അതിൽ നിന്നിറങ്ങി വന്നെന്നുമ്മ പൊന്നുമ്മ അലിവാർന്ന മൊഴികളാൽ കെട്ടിപ്പിടിക്കവേ അറിയാതെ തേങ്ങിക്കരഞ്ഞു പോയി മരുവിതിൽ അലയുന്ന കാറ്റിനോടിക്കഥ ചൊല്ലവേ. അറിയാതെ തേങ്ങിക്കരഞ്ഞു പോയി മരുവിതിൽ അലയുന്ന കാറ്റിനോടിക്കഥ ചൊല്ലവേ. ഒരു ദിനം സർവ സൗഭാഗ്യങ്ങളും പേറി ഒറ്റമകൻ വരുമെന്ന് നിനച്ചും കാത്തൊടുവിൽ മരിച്ചു പോയൊരു നോക്ക് കാണുവാൻ കഴിയുന്ന നോവുവള്ള. കാത്തൊടുവിൽ മരിച്ചു പോയൊരു നോക്ക് കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി. കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി. കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി. അവസാനം ഡോക്ടർ പറഞ്ഞു, ഒന്നും പറയാനില്ല, ഇനി പ്രാർത്ഥിക്കലേ ഫലമുള്ളൂ. ഉപ്പ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഓരോ പ്രവാസികളുടെയും ദുഃഖമാണ്. അല്ലാഹുവേ, ഓരോ പ്രവാസികൾക്കും തന്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട ഭാര്യയെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ കണ്ണിറയെ കണ്ടുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാനും സന്തോഷിക്കാനും അവസരമൊരുക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കാരുണ്യ സംഘടനയായ ഈ KMCCയുടെ അതിന്റെ ഓരോ ദൗത്യങ്ങളും അഭിമാനമാണ് നമുക്ക്. ഈ വാഴക്കാട്ടെ ഓരോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെയും മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയാണ്. പ്രിയപ്പെട്ട CT റഫീഖ് സാഹിബ് ഇങ്ങനൊരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ, ഇതിന്റെ ഭാരവാഹികൾ ഇങ്ങനൊരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ, ഇതിന്റെ പഞ്ചായത്ത് ലീഗിന്റെ പ്രിയപ്പെട്ടവരുടെ കഴിവ് ഇത്രമാത്രം വലുതാണെന്ന്, ഇത്രമാത്രം മനോഹരമാണ്. ഓരോന്നും വ്യത്യസ്തങ്ങളാണ് ഈ പരിപാടിയിൽ. ഓരോരുത്തരും നമ്മൾ ഓരോ സെറ്റിംഗ്സും ആധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോന്നും നമ്മൾ ഉണ്ടാക്കിയ പോസ്റ്റർ പോലും ഏറെ മനോഹരമാണ്. ഒരു കയ്യടി കൂടി സമ്മാനിക്കാം. ഇവിടുത്തെ ഇതിന്റെ ഏറ്റവും മനോഹരമായ പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്കെല്ലാം ഇതിന്റെ ഈ പരിപാടിയുടെ പ്രവർത്തനത്തിൽ മുന്നിൽ നിന്ന് നടന്നും ഇരുന്നും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും കൈവിരൽ ചൂണ്ടിയും മുന്നിൽ നിന്ന എല്ലാവർക്കും നമുക്ക് മുക്തകണ്ഠം പ്രശംസ നൽകാം, സന്തോഷം നൽകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കൈയടി കൂടി സമ്മാനിക്കും എല്ലാവരും ചേർന്നുകൊണ്ട്. സഹോദരിമാര് നവാസ് പാലേരിയെ കാണുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം പ്രിയപ്പെട്ട ഉമ്മയുടെ ചിത്രമാണ് അല്ലേ? യെസ്. എന്താണ് ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയാത്തത് എന്നിങ്ങനെ അവരിങ്ങനെ ഓർമ്മിച്ചിരിക്കുകയാണ്. അവരിങ്ങനെ ആലോചിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ അല്ലേ? നേരത്തെ ഇരുന്നതിൽ നിന്നും ഒന്നുകൂടി നമ്മളെ കണ്ണും കാതും നമ്മൾ കൂർപ്പിച്ചു ഈ നാമം കേൾക്കുമ്പോ. ഉമ്മ, ഉപ്പ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലേ? ഉമ്മയെന്ന് പറഞ്ഞാൽ രണ്ടക്ഷരമേ ഉള്ളൂ, ഉപ്പയെന്ന് പറഞ്ഞാലും രണ്ടക്ഷരമേ ഉള്ളൂ. എങ്കിലും അതിന്റെ അർത്ഥവ്യാപ്തി, അതിന്റെ അർത്ഥപ്പൊരുൾ ഈ ഭൂമി മുഴുവൻ വ്യാപിക്കുന്നതാണ്. ഈ ആകാശം മുഴുവൻ വിശാലമായി നിൽക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഉമ്മാക്കുപ്പാക്കും നമ്മളല്ലാതെ മറ്റാരുള്ളത്?
നോക്ക്, നിങ്ങൾ ഉമ്മാനെ വേദനിപ്പിക്കരുതേ, നിങ്ങൾ ഉപ്പാനെ വേദനിപ്പിക്കരുതേ, നിങ്ങൾ മാതാപിതാക്കളെ വേദനിപ്പിക്കരുതേ. നമ്മളല്ലാതെ സന്തോഷം പങ്കുവെക്കാൻ, ദുഃഖം പങ്കുവെക്കാൻ, വേദനകൾ പങ്കുവെക്കാൻ അവർക്ക് മറ്റാരുള്ളത്? അവർക്ക് മറ്റാരുള്ളത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഉമ്മാനെ പൊന്നുപോലെ സ്നേഹിക്കണം നമ്മൾ. എനിക്കറിയാം എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ ഉപ്പാനോടും ഉമ്മാനോടും മാതാപിതാക്കളോട് ഒരു സ്നേഹത്തിന്റെ ഒരു തുള്ളി, ഒരു കുറവ് എവിടെയോ നമ്മൾ കാണുന്നു. ഭാര്യയുടെ തലേന മന്ത്രത്തിലായിരിക്കാം, മക്കളുടെ ആ വർത്തമാനത്തിലായിരിക്കാം. നോക്ക്, ഉമ്മാനെ നിങ്ങൾ വെറുക്കരുതേ, ഉമ്മാന്റെ പൊരുത്തം നിങ്ങൾ നഷ്ടമാകരുതേ, ഉമ്മാന്റെ സ്നേഹം നിങ്ങൾ സമ്പാദിക്കണമേ എന്ന് ആത്മാർത്ഥമായി വാഴക്കാട്ടെ ഓരോ പ്രവർത്തകന്മാരോടും, ഈ പരിപാടി കേൾക്കുന്ന ലോകം മുഴുക്കെയുള്ള മനുഷ്യ സമൂഹത്തിനോട്, നല്ല മനസ്സുകളോട് സ്നേഹത്തിൽ ഉണർത്തുകയാണ്. വൃദ്ധസദനങ്ങളിൽ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ കാണുന്നില്ല? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ടത് ആരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. വീണ്ടും സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, രണ്ടാമത് ആരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. പ്രവാചകരെ, മൂന്നാമത് ചോദിച്ചു, പിന്നെ ആരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് തന്നെ. ഉപ്പാന്റെ വില കുറിച്ച് കാണിച്ചതല്ല, അത്രയേറെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ വളർത്തി വലുതാക്കിയത്. പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ വളർത്തി ഈ നിലയിലാക്കിയത്. നവാസ് പാലേരി എന്ന ഈ പരിപാടി അവതരിപ്പിക്കുന്ന ആളും ഈ ഇരിക്കുന്ന ഓരോ നേതാക്കന്മാരും പ്രിയപ്പെട്ടവരും ഇന്നിരിക്കാൻ കാരണം ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. ഇപ്പോഴും ഉമ്മാന്റെ പ്രാർത്ഥന നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോഴും ഉമ്മയുടെ പ്രാർത്ഥന നമ്മോടൊപ്പം ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സകനത്തിൻ പൊരുളാണ്. ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്നു മുതൽ പെരുന്നാളാണ്. ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സകലത്തിൻ പൊരുളാണ്. അല്ലേ? പുതിയ ശാസ്ത്രലോകം കണ്ടെത്തുന്നത് മരണവേദന എന്ന് പറയുന്നത് ശരീരത്തിലെ മുഴുവൻ എല്ലുകളും പൊട്ടിക്കുന്ന വേദന അനുഭവിക്കുന്ന മരണത്തോട് തുല്യമായ വേദനയാണ്. ആ വേദനയായിരുന്നു നമ്മളെ പ്രസവിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ അനുഭവിച്ചത്, അല്ലേ? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസം. തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, മറഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, ഊണില്ല, ഉറക്കില്ല, അല്ലേ? പക്ഷെ ഉള്ളിന്റെ ഉള്ള് ആഗ്രഹിക്കുന്നത് ഉമ്മക്കും ബാപ്പക്കുമായിരമായിരം ഉമ്മയും കൊണ്ടിങ് വരുമല്ലോ, ഉല്ലാസ കൈത്തിരി കത്തിച്ചു വെക്കുവാൻ ഉണ്ണിക്കിടാവൊന്ന് വരുമല്ലോ. ആ പ്രതീക്ഷയായിരുന്നു പ്രിയപ്പെട്ട ഉമ്മാക്ക്. ആ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട ഉപ്പാക്കും. എന്തേ ഉമ്മയെ കുറിച്ച് മാത്രം പറയുന്നത്? ഉപ്പാനെ കുറിച്ച് വാക്കുകളില്ലേ? ഇല്ലാത്തത് കൊണ്ടല്ല. നേരം വൈകി, രാത്രിയായി, ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എന്താ ചോദ്യോ? മക്കൾ ഉറങ്ങിയോ? മക്കൾ ഉറങ്ങിയോ? ഉറങ്ങിയെങ്കിൽ ആ നെറ്റിയിൽ, ആ കവിളത്ത് ഉമ്മ കൊടുത്ത് നമ്മളെ മക്കൾ ഉറങ്ങിപ്പോയല്ലോ, ഭക്ഷണം കഴിക്കാതെ അവർ ഭക്ഷണം കഴിച്ചോ എന്ന് ഭാര്യയോട് സ്നേഹസ്വരത്തിൽ ചോദിക്കുന്ന ഒരു ഉപ്പ. പക്ഷെ നമ്മളെ പരാതി, ഒന്നും ഉണ്ടാത്തവൻ, രാത്രി കള്ളനെ പോലെ കയറി വരുന്നവൻ, അല്ലേ? പ്രിയപ്പെട്ടവരെ, ഉപ്പ കൊണ്ട വെയിലും മഞ്ഞുമാണ് നമ്മൾ ആസ്വദിക്കുന്ന ഓരോന്നും. സന്തോഷം പൂത്ത് വിരിഞ്ഞു അവരേകിയ സ്നേഹത്തിൽ, സന്താപം വിട്ടുമറഞ്ഞു
അവരേകിയ വാക്കുകളിൽ കനലെരിയും കരളുമറച്ചു കളിയും ചിരി തന്നുപ്പാ കൗമാര കണ്ണിൽ നേരിൻ കണ്ണടയായി തീർന്നുപ്പാ കനലെരിയും കരളുമറച്ചു കളിയും ചിരി തന്നുപ്പാ കൗമാര കണ്ണിൽ നേരിൻ കണ്ണടയായി തീർന്നുപ്പാ ആ വിരലിൻ തുമ്പിൽ തൂങ്ങി കൂട്ടുപോയ നാളുകളിൽ ആ സവിധത്തെന്നും കണ്ടു ജീവിതത്തിനർത്ഥങ്ങൾ ആ മനസ്സിലില്ലാതെല്ലും അരിശത്തിൻ മുൾമുനകൾ അവരെന്നും തന്നു എന്നിൽ പിരുഷത്തിൻ മലരൊളികൾ ഉലകിലെന്റെ ജീവിത വഴിയിൽ നേരിന്റെ നിലാവായി ഉപ്പയെത്തുമെപ്പോഴുമൊപ്പം സ്നേഹത്തിൻ തണലായി കഥനത്തിൻ കണ്ണീരൊപ്പി സാന്ത്വനത്തിൻ കുളിരായി കഥനത്തിൻ കണ്ണീരൊപ്പി സാന്ത്വനത്തിൻ കുളിരായി കനവും നിനവാകെ കരളാം മക്കൾക്ക് തുണയായി. തലമുറകളെ, സഹോദരി സഹോദരന്മാരെ, യുവാക്കളെ യുവതികളെ, ഉപ്പാന്റെ അടുത്ത് ഒന്ന് പോയി നിങ്ങൾ ഇരിക്കണട്ടോ. ഉമ്മയാണ് ഗർഭം ധരിച്ചതെങ്കിലും ഉമ്മയാണ് പ്രസവ വേദന അനുഭവിച്ചതെങ്കിലും മുഴുവൻ വേദനയും അനുഭവിക്കുന്നത് ഇപ്പുറത്തിരുന്ന് പ്രിയപ്പെട്ട ഉപ്പയാണ് കേട്ടോ, പ്രിയപ്പെട്ട ഉപ്പയാണ് കേട്ടോ. നോക്ക്, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഉമ്മ പെണ്ണുങ്ങൾക്ക് പലപ്പോഴും അറ്റാക്ക് കൂടുതലായി വരാറില്ല. ആണുങ്ങൾക്ക് ഉപ്പമാർക്കാണ്, സഹോദരന്മാർക്കാണ് അറ്റാക്ക് കൂടുതലായി വരാറ്. എന്തേ കാരണം? എല്ലാ പ്രയാസങ്ങളും ഉള്ളിന്റെ ഉള്ളിലൊതുക്കി മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ അല്ലെ. ചിലപ്പോഴൊക്കെ അറിയാതെ ബാത്റൂമിൽ കയറി കരയും. ആരെയോർത്ത്? പ്രിയപ്പെട്ട മക്കളെ ഓർത്ത്. അങ്ങനെ വളർത്തി വളർത്തി വലുതാക്കി ഒരു സുപ്രഭാതത്തിൽ ഈ മക്കള് കഞ്ചാവിന്റെ അടിമയായി തീരുമ്പോ, കള്ളിന്റെ അടിമയായി തീരുമ്പോ, ഉമ്മാനെയും ഉപ്പാനെയും ഉപദ്രവിക്കുമ്പോ, കൊല്ലുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ ഉപ്പയും ഉമ്മയും അനുഭവിക്കുന്ന വേദന എത്രമാത്രം വലുതായിരിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ, KMCCയുടെ, വനിതാ ലീഗിന്റെ, MSFന്റെ എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തക്കേട് നമുക്ക് കിട്ടിയാൽ, അവരുടെ സ്നേഹമില്ലായ്മ നമ്മളെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ വീട് നരകതുല്യമായിരിക്കും. ആ വീട്ടിൽ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം നിലച്ചു പോകുമെന്ന് നിങ്ങൾ ഓർത്തോ. ഇത് ഞാൻ പറയുന്നതല്ല, തമാശക്ക് പോലും കളവ് പറയാത്ത ആമിന ബീബിയുടെ മുത്തുമകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നോക്ക്, ഉമ്മാനങ്ങൾ വേദനിപ്പിക്കരുത്. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോ, വീണ് കയ്യോ കാലോ മുറിഞ്ഞ് രക്തം വാർന്നൊലിക്കുമ്പോ, ഇങ്ങനെ രക്തം വാർന്നൊലിക്കുമ്പോ വാരിയെടുത്ത് കവിളത്ത് തുരുതുരാ ഉമ്മ തന്ന് ഉമ്മ പറയും, എന്റെ മോനൊന്നും പറ്റിയിട്ടില്ല, മോക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ തുടച്ച് രക്തം വൃത്തിയാക്കി മരുന്ന് വെച്ച് തരുന്ന ആദ്യത്തെ വിശുദ്ധരെയാണ് പ്രിയപ്പെട്ട ഉമ്മ. മാഷാ അല്ലാഹ്. നമ്മളെ കളിപ്പാട്ടം കേട് വന്നാൽ അറിയില്ലെങ്കിലും നന്നാക്കി തരുന്ന ആദ്യത്തെ എഞ്ചിനീയർ കൂടിയാണ് പ്രിയപ്പെട്ട ഉമ്മ. ഉപ്പ അടിക്കാൻ വരുമ്പോ എല്ലാ അടിയും ഏറ്റെടുക്കുന്ന ആദ്യത്തെ പോലീസും ആദ്യത്തെ വക്കീലുമാണ് പ്രിയപ്പെട്ട ഉമ്മ. പാട്ടറിയില്ലെങ്കിലും നമ്മളെ പാട്ട് പഠിപ്പിച്ചു തരുന്ന, പാട്ട് പഠിപ്പിക്കുന്ന പാട്ടുകാരി കൂടിയാണ് പ്രിയപ്പെട്ട ഉമ്മ. അല്ലേ അല്ലേ നമ്മളൊന്ന് ചിരിക്കാൻ വേണ്ടി, നമ്മളൊന്ന് ചിരിക്കാൻ വേണ്ടി എന്തെല്ലാം കോപ്രായങ്ങളാണ് ഉമ്മ കാട്ടിത്തരാറ്, എന്തെല്ലാം കോപ്പായങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്ന് ഉമ്മ കാട്ടിത്തരാറ്. ഒന്ന് ചിരിക്കാൻ, എന്റെ പൈതൽ, എന്റെ മോനൊന്ന് ചിരിക്കാൻ വേണ്ടി എത്രയോ പ്രയാസക്കനലിൽ തീർത്തൊരു മാനസവനിയാണ്. ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താന പൂവാണ്. എണ്ണി എണ്ണി നാളുകൾ തീർത്തത് മക്കളെ മുന്നിൽ കാണാനാ. എന്നുമുള്ളിൽ കണ്ണീർ വാർത്തത് ചുണ്ടിൽ പുഞ്ചിരി വിരിയാൻ. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്.
നന്മയെന്ന പൂമരമുമ്മ സകനത്തിൻ പൊരുളാണ്. അല്ലേ? നമ്മൾ എന്തൊക്കെ അറിവുണ്ടോ ആ അറിവുകളുടെ ഒക്കെ കേദാരം, ആ അറിവുകളുടെയൊക്കെ ഉത്ഭവം, തുടക്കം പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്നാണ്, ഉപ്പയിൽ നിന്നാണ്. അലിഫ്, ബാ, താ, എ, പി, പി, എല്ലി, ആപ്പിൾ, മുഅല്ലിമുൻ അധ്യാപകൻ, ബൈത്തുൻ വീട്, എല്ലാം നമ്മളെ പഠിപ്പിച്ചത് അറിയില്ലെങ്കിലും അറിവില്ലെങ്കിലും ഉള്ളവളായി ചമഞ്ഞ് എല്ലാം നമ്മളെ പഠിപ്പിച്ചു. അല്ലേ? ലഅബൽ വലദു ബിൽ ഖുറത്തി, കുട്ടി പന്ത് കൊണ്ട് കളിച്ചു. ഉമ്മ പഠിപ്പിച്ചതാണ്. നമസ്കാരവും മറ്റു കാര്യങ്ങളും പ്രാക്ടിക്കലായി നമ്മളെ പഠിപ്പിച്ചു. ആര്? പ്രിയപ്പെട്ട ഉമ്മ. ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടിത്തട്ടാണ്, അറിവിൻ പൊരുളോതി തന്ന ഗുരുമുഖമെന്നും അവരാണ്. മാതാവിന്മാരിൽ കിനിയും അമ്മിഞ്ഞ പാലമൃതാണ്, മാതാവിൻ മാറിൽ കിനിയും അമ്മിഞ്ഞ പാലമൃതാണ്. മുഹബത്തിൻ നീണം എന്നും താരാട്ടിന്റെ പാട്ടാണ്. എത്രയോ ദിവസം ഉറക്കൊഴിഞ്ഞ് നമുക്ക് വേണ്ട ഭക്ഷണമെല്ലാം തന്ന് കോഴിക്കോട് ഈ ഓമശ്ശേരി ഹോസ്പിറ്റലിൽ, ശാന്തി ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്ക്. സഹോദരിമാര് കരയുന്നത് കേൾക്കാം. എന്തിനാ കരയുന്നത്? പഠിച്ചോനെ, എനിക്കൊന്ന് പ്രസവിച്ച് കിട്ടിയാ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ കുട്ടിയൊന്ന് പുറത്തു വന്നാ മതിയായിരുന്നു എന്ന് വാവിട്ട് കരയുന്ന സഹോദരിമാര്. പ്രിയപ്പെട്ടവരെ, ആ മക്കളാണ് വലുതാകുമ്പോ ഉമ്മാനെ ചവിട്ടിക്കൊല്ലുന്നത്. ആ മക്കളാണ് ഉമ്മാന്റെ വയറ്റത്ത് ചവിട്ടി ഉമ്മാനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ആ മക്കളാണ് നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ, അതിരുതർക്കത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ ഉമ്മാനെ റൂമിൽ പൂട്ടിയിട്ട് കൊല്ലുന്നത്, വെള്ളത്തിലിട്ട് തീയിലിട്ട് കൊല്ലുന്നത്, ബുദ്ധസദനങ്ങൾക്ക് പല പേരുമിട്ട്, ഹോം നൈസ് എന്ന പേരുമിട്ട് അവിടേക്ക് അയക്കുന്നത് പ്രിയപ്പെട്ട സ്നേഹനിധിയായ മക്കളാണ്. മക്കളെ ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഉണർത്തുന്നു. തലമുറകളെ, നിങ്ങൾ പ്രിയപ്പെട്ട ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കണേ. അവരുടെ വേദനകളും പ്രയാസങ്ങളും അടുത്തിരുന്ന് നിങ്ങൾ കേൾക്കണേ. ഉമ്മാനോട് ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഉമ്മ, ഞാൻ സഹായിക്കണോ ഉമ്മ, ഉപ്പ എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്, എന്തിനാ നിങ്ങളെ കണ്ണ് നിറയുന്നത് എന്ന് എപ്പോഴെങ്കിലും ചോദിക്കാൻ നമുക്ക് സമയം കിട്ടണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഏകദേശം 30 വർഷത്തോളമായി. ഞാൻ എൻ്റെ ഭാര്യയോട് ആദ്യമായി കല്യാണം കഴിയുന്ന ആദ്യ രാത്രിയിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവളെ, എന്നെ നീ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ ഉമ്മാനെ പൊന്നുപോലെ നോക്കണം. കാരണം ഉപ്പ മരിച്ചതിന് ശേഷം വിധവയായ എൻ്റെ ഉമ്മയാണ് എന്നെ ഇങ്ങനെ വളർത്തി ഉയർത്തി വലുതാക്കി കൊണ്ടുവന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവളെ, എൻ്റെ ഉമ്മാനെ പൊന്നുപോലെ സ്നേഹിക്കണേ. ഇന്നും എൻ്റെ 4 മക്കളും ഉമ്മാന്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മാനോട് കുസൃതിയും കുറുമ്പും പറഞ്ഞ് ഉമ്മാന്റെ കവിളുത്തുമ്മ വെച്ച് കഴിഞ്ഞുകൂടുമ്പോ എൻ്റെ മനസ്സ്, എൻ്റെ കണ്ണ് സന്തോഷാശ്രു കൊണ്ട് നിറഞ്ഞു പോകാറുണ്ട്. പഠിച്ചോനെ, എൻ്റെ ഉമ്മാന്റെ മനസ്സിലെങ്ങാൻ ഞാനൊരു വിധവയായത് കൊണ്ടല്ലേ എന്നെ എൻ്റെ മക്കൾ നോക്കാത്തിരുന്ന ചിന്ത വന്നു പോയാൽ പിന്നെ എന്തിനാ വാസ്പാരി? പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഉമ്മ, സ്നേഹനിധിയായ ഉമ്മ ഒരു വലിയ സ്വപ്നം കാണുന്നുണ്ട്. വലിയ സ്വപ്നം, എൻ്റെ മോൻ വളരണം, എൻ്റെ മോൻ ഉയരണം, എൻ്റെ മോൻ ഈ സമൂഹത്തിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനാകണം, മുസ്ലിം ലീഗിന്റെ നല്ലൊരു പ്രവർത്തകനാകണം. ഉമ്മാന്റെ വലിയ സ്വപ്നമാണത്. മാഷാ അല്ലാഹ്. ആകാശത്തോളം ഉയർന്നു ഉമ്മ കണ്ട സ്വപ്നങ്ങൾ, ആശിച്ചു അവരാണെന്റെ തണലും തുണയും ഈ ഉലകിൽ. ആ ഹൃദയം കണ്ട കിനാക്കൾ എന്നെന്നും മുട്ടിട്ടു, 1000 പ്രതീക്ഷകളുള്ളിൽ മോദത്താൽ ചിറകിട്ടു. ഞാനിപ്പോ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു സഹോദരി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, നവാസ്ക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് 5 മക്കളാണ്. 5 മക്കളും മാനസിക രോഗികളാണ്. കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതും തിന്നുകളയുന്നു. ഇന്നുവരെ ഒരു കല്യാണത്തിനോ ഒരു പൊരേക്കൂടിനോ ഒരു സന്തോഷത്തിനോ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതൊന്നുമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ 5 മക്കളെയും വളർത്തുന്നതിനിടയിൽ, ഈ 5 മക്കളെയും വളർത്തുന്നതിനിടയിൽ എൻ്റെ മനസ്സ് മാറാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ
ഉമ്മാൻ്റെ വലിയൊരു വേദനയാണത്. എൻ്റെ മനസ്സ് മാറാതിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് ആ സഹോദരി ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞപ്പോ എൻ്റെ കണ്ണിപ്പോഴും അറിയാതെ നിറഞ്ഞു പോകാറുണ്ട്. നവാസ്ക, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥന, ഈ 5 മക്കളും മരിച്ചതിന് ശേഷമേ, ലോകത്തൊരു ഉമ്മമാരും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയോ, ഈ മക്കളെ എനിക്ക് ശേഷം ഒരാൾക്കും വളർത്താൻ സാധിക്കുകയില്ല. അത്രയേറെ പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഉഹുദ് മലയോളം പ്രയാസം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥന, ഈ 5 മക്കളും മരിച്ചതിന് ശേഷമേ ഞാൻ മരിക്കാവൂ എന്ന് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉമ്മ എൻ്റെ പൊന്നുമ്മയാ, എന്നുമെന്നുമെൻ ജീവനാ, കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല, കരളിമ്പ പെറ്റുമാനെ വാങ്ങാനുക്കൂല, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ സഹനക്കടലാണ്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർക്കം ഓർത്തോളിൻ, ഉദിമതിയാം മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളിൻ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ. പ്രിയപ്പെട്ടവരെ, ഉമ്മാന്റെ ഒരു വിടവ്, ഉമ്മാന്റെ ഒരു വിയോഗം, ഉമ്മാന്റെ വഫാത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ എത്രയെത്ര വേദന ഉണ്ടാക്കും. ഇപ്പോഴും ഞാൻ പറയുമ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? ആണോ? ആണെങ്കിൽ ഈ ഭൂമിയിലെ സ്വർഗത്തിലാണ് നിങ്ങളുള്ളത്. കാരണം നമുക്ക് സന്തോഷം പങ്കുവെക്കാൻ, ദുഃഖങ്ങൾ അയവിറക്കാൻ നമ്മളെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും നമ്മൾ അരികിലുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? നമ്മൾ എന്തിനു പ്രയാസപ്പെടണം? ആ സ്നേഹ സാന്നിധ്യങ്ങൾ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, അല്ലാഹുവേ, നേരത്തെ വിട പറഞ്ഞു പോയ ഈ സൗകര്യങ്ങളും ഇല്ലാത്ത സമയത്ത് ഞങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി ഇത്രയും പരുവത്തിലാക്കിയ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളോടൊപ്പം ഇല്ല. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പഠിച്ചോനെ, ബർസഖിയായ ജീവിതം രക്ഷയും സമാധാനവും ആക്കണേ അല്ലാ. 1000 10,000 ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു. പഠിച്ചോനെ, മാതാപിതാക്കൾ ഇല്ലാത്ത ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. പലരും എന്നോട് പറയാറുണ്ട്, നവാസ്ക, ഉമ്മാനെ ഒന്ന് സ്നേഹിക്കാൻ, ഉമ്മാനെ ഒന്ന് നന്നായി സ്നേഹിക്കാൻ, ഒന്ന് അടുത്തറിയാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല. മരിച്ചപ്പോഴാണ് അവരുടെ വില ഞങ്ങൾ അറിയുന്നത്. പഠിച്ചോനെ, അവർക്ക് സ്വകാര്യ വേളകളിൽ പ്രാർത്ഥിക്കാൻ, സ്വകാര്യ വേളകളിൽ സന്തോഷം പങ്കുവെക്കാൻ, ഉമ്മാന്റെ ഓർമ്മകൾ അയവിറക്കാൻ അവർക്ക് നീ ഉദവി നൽകണമേ തമ്പുരാനെ. അവരുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങൾ ചെയ്യുന്ന നന്മകളുടെ ഓഹരി, അതിന്റെ അനുരണനങ്ങൾ അവർക്ക് കൂടി നീ സമ്മാനിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഹൃദയം തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. മാഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എത്രയെത്ര പാട്ടുകളാണ് നമുക്ക് ഉമ്മ പാടിത്തന്നത്. എല്ലാവർക്കും ചേർന്നൊരു പാട്ട് പാടിയാലോ? ഞാൻ മാത്രം പാടും, പുരുഷാറില്ല. ലാ ഇലാഹ മാഷാ അല്ലാഹ്. അവിടെ നിന്ന് പാടുന്നില്ലല്ലോ ആരും. എല്ലാവരും ചേർന്ന് ഓരോരുത്തരുടെയും ഉമ്മയെ ഓർത്തുകൊണ്ട് ആ പാട്ടൊന്ന് പാടിത്താ. ഇത്ര പ്രയാസത്തിൽ ആ പാട്ട് പാടിയ മുത്തൊളി മഹമൂദരെ മദ്ഹ് പാട്ട് പാടിടാം, പാട്ട് കേട്ടുറങ്ങണം പൂങ്കുറിഞ്ഞി പൈതലേ. ലാ ഇലാഹ. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇതൊരു സന്തോഷം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലോകത്തിലെ മുഴുവൻ സന്തോഷത്തിന്റെ മാലാഖമാരും ഇന്ന് ഈ വാഴക്കാടിന്റെ ഈ സദസ്സിൽ ഉണ്ടാവും. കാരണം ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? നമ്മളെ പ്രിയപ്പെട്ട, നമ്മളെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ കുറിച്ചാണ്, ഉപ്പമാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്.
മാഷാ അല്ലാ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ. തൊട്ടിലുമ്മാന്റെ താരാട്ട് കേൾക്കുന്ന കൊച്ചു കുറുമ്പാ കുഞ്ഞാനൂജ. ഇത്താത്ത മെല്ലെ തൊടുമ്പോൾ പുഞ്ചിരി ചുണ്ടിൽ വിരിയുന്നതെന്ത് രസം. നിങ്ങളുടെ എത്തിയോ? മാഷാ അല്ലാഹ്. ഒരു പാട്ട് പാടല്ലേ നമുക്ക്? ഒരു പാട്ട്, ഒരു കവിത ഇല്ലല്ലോ? അതാ നല്ലതിൽ പാട്ടോ? എന്താ വേണ്ടിയത്? ഒരു പാട്ടാക്കല്ലേ? ഒരു നല്ല തക്ബീർ ചൊല്ല് എല്ലാവരും ചേർന്നുകൊണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഉമ്മത്തിന്റെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇതാ നമ്മുടെ ഗസ സമ്മേളന നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തക്ബീർ ധ്വനികളുടെ ആരവങ്ങളോടെ ബഹുമാന്യനായ തങ്ങളവർകളെ നമുക്ക് ഗസ നഗരിയിലേക്ക് വരവേൽക്കാം. പ്രിയപ്പെട്ട കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ, കേരളത്തിലെ മതേതര ജനസമൂഹത്തിന്റെ മാനസാന്തരങ്ങളിൽ രാജകീയ പ്രൗഢിയോടെ കുടികൊട്ടി വാഴുന്ന ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തക്ബീർ ധ്വനികളോടെ നമുക്ക് വരവേൽക്കാം. മർഹബൻ ബിൻ നസീൽ ബിൽ ഹബീബിൻ നബീൽ മർഹബൻ ബിനസീലിന ശഹമിൽ ഹുമാമിൽ ഫാളിലി മർഹബൻ യാ മർഹബൻ യാ മർഹബൻ യാ സയ്യിദി മർഹബൻ ബിൻ നസീൽ ബിൽ ഹബീബിൻ നബീൽ മർഹബൻ ബിനസീലിന ശഹമിൽ ഹുമാമിൽ ഫാളിലി മർഹബൻ യാ മർഹബൻ യാ മർഹബൻ യാ സയ്യിദി. സാദിഖ് അലി തങ്ങൾ നയിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തളരാതെ തകരാതെ എന്നെന്നും നിലനിന്നിടും മുസ്ലിം ലീഗ് സിന്ദാബാദ്. യൂത്ത് ലീഗ് സിന്ദാബാദ്. KMCC സിന്ദാബാദ്. MSF സിന്ദാബാദ്. വനിതാ ലീഗ് സിന്ദാബാദ്. മർഹബൻ ബിൻ നസീൽ ബിൽ ഹബീബിൻ നബീൽ മർഹബൻ ബിനസീലിന ശഹമിൽ ഹുമാമിൽ ഫാളിലി മർഹബൻ യാ മർഹബൻ യാ മർഹബൻ യാ സയ്യിദി. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളും കോർ ടീം അംഗങ്ങളും ഈ സ്റ്റേജിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരുപാട് തിരക്കിനിടയിലും ഒരുപാട് പരിപാടികൾക്കിടയിലും വാഴക്കാടിൻ്റെ പ്രിയപ്പെട്ട മനസ്സുകളുടെ സ്നേഹക്ഷണം സ്വീകരിച്ച്, നമുക്കറിയാം മുസ്ലിം കൈരളിയുടെ പ്രതീക്ഷയും പ്രത്യാശയുമായ വലിയ സ്വപ്നമായ